നമസ്കാരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അപര്യാപ്തതകൾ ചൂണ്ടിക്കാട്ടിയ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ വിമർശിച്ച് മന്ത്രിമാർ. ഇന്നലെ മുഖ്യമന്ത്രി ഉന്നയിച്ച വിമർശനത്തിന്റെ ചുവട് പിടിച്ച് മന്ത്രിമാരായ GR അനിലും സജി ചെറിയാനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇന്ന് ഹാരിസിനെതിരെ തിരിഞ്ഞു. ഇരിക്കുന്ന സ്ഥാനത്തിന് യോജിച്ച പ്രവൃത്തിയല്ല ഡോക്ടറുടേതെന്ന് സജി ചെറിയാൻ വിമർശിച്ചപ്പോൾ ആരോഗ്യമേഖലയെ മോശപ്പെടുത്തിയെന്നാണ് അനിലിന്റെ പരാതി. പ്രതിപക്ഷത്തിന് വടി കൊടുത്തു എന്ന് MV ഗോവിന്ദനും പറഞ്ഞു. ശിക്ഷാ നടപടി ഉറപ്പുണ്ടെന്നും പ്രൊഫഷണൽ സൂയിസൈഡാണ് താൻ ചെയ്തതെന്നും ഡോക്ടർ ഹാരിസും പറഞ്ഞു. തെറ്റ് ചൂണ്ടിക്കാണിച്ച ഡോക്ടറെ ക്രൂശിക്കാനാണോ സർക്കാരിന്റെ നീക്കം എന്നാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസ്, ശ്രീ SK സജീഷ് CPIM, ശ്രീ PR ശിവശങ്കർ BJP, ഡോക്ടർ PS ഷാജഹാൻ KGM CTA എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ SK സജീഷ്, ഇന്നലെ ആരോഗ്യമന്ത്രിയോട് ഒരു അഭിമുഖത്തിൽ സംസാരിക്കുമ്പോൾ ആരോഗ്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞ കാര്യം, ഡോക്ടർ ഹാരിസിനോട് ഞങ്ങൾക്ക് പ്രതികാരമില്ല, ഡോക്ടർ ഹാരിസ് ഒരു അപാകം ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തത്, അത് തിരുത്താനുള്ള അവസരമാണ്, ഞങ്ങളുടെ ഭാഗമായിട്ടുള്ള ആളാണ്, ഞങ്ങൾ ചേർത്ത് പിടിക്കും എന്നുള്ളതാണ്. മുഖ്യമന്ത്രി വൈകുന്നേരമായപ്പോൾ വിമർശിച്ചപ്പോഴേക്ക് കാര്യങ്ങളെല്ലാം മാറിയോ? തെറ്റ് ചൂണ്ടിക്കാണിച്ച ഒരു ഡോക്ടറെ ക്രൂശിക്കാൻ ഒരുങ്ങുകയാണോ, ക്രൂശിക്കാൻ പോവുകയാണോ? അഭിലാഷ്, കേൾക്കാമെന്ന് കരുതുകയാണ്. കേൾക്കാം. ഒന്ന്, ഇത്തരം വിഷയങ്ങൾ കേൾക്കാമല്ലോ. ഇത്തരം വിഷയങ്ങളെല്ലാം വളരെ സജീവമായി മാധ്യമങ്ങൾ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അതിനകത്ത് ക്രൂശിക്കൽ ഉൾപ്പെടെയുള്ള പദപ്രയോഗങ്ങളും നടത്തുകയും ചെയ്യും. എന്നാൽ നമുക്കറിയാം, വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ക്യാമ്പിനകത്ത് തന്നെ നാട്ടുകാരിൽ നിന്ന് പിരിച്ചെടുത്ത പണം കാണാനില്ല, അത് ഏതെല്ലാമോ വഴിക്ക് പോയി എന്നതിനെപ്പറ്റി ചർച്ച വന്നപ്പോൾ ആ ചർച്ച ഒരു ദിവസം പോലും നടത്താൻ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോവുകയല്ല, ചില കാര്യങ്ങളെല്ലാം അറിയണമെന്നുള്ളതുകൊണ്ടാണ്. ഓമനക്കുട്ടനെക്കുറിച്ച് 70 രൂപ ഓട്ടോ കാശ് വാങ്ങിയ ഓമനക്കുട്ടനെക്കുറിച്ച് പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയെക്കുറിച്ച് ആഴ്ചകളോളം ചർച്ച നടത്തും. ഇത്തരത്തിലൊരു സമീപനം ആലോചിച്ചാൽ അവർ അഹങ്കാരികളായി മാറും. കൂടുതൽ പരാതി ഉണ്ടല്ലോ, ആ പരാതിയിൽ എന്തെങ്കിലും ഒരു അന്വേഷണം അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം വരട്ടെ. ആ വിഷയം ഇന്നുകൊണ്ട് അവസാനിച്ചു പോകുന്നതൊന്നുമല്ലല്ലോ. അല്ലാതെ ഇപ്പൊ യൂത്ത് കോൺഗ്രസിൽ എന്തെങ്കിലും വിവാദം ഉണ്ടായാൽ അത് പൊതിഞ്ഞു പിടിച്ച് ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറയേണ്ട ഒരു ബാധ്യതയും കേരളത്തിലെ മാധ്യമങ്ങൾക്കില്ല. ഞാനിപ്പോ അങ്ങയോട് ചോദിച്ച ചോദ്യം ഡോക്ടർ ഹാരിസിനെ ക്രൂശിക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായും ഞാൻ അഭിലാഷ് പ്രയാസപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ ഒരു മാധ്യമത്തെ ഉദ്ദേശിച്ചും പറഞ്ഞതല്ല. പൊതുവായ ഒരു മാധ്യമ ശൈലിയെ ഈ ദിവസം ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയതുകൊണ്ട് പറഞ്ഞതാണ്. കാരണം മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന ഒരു പൊതു സമീപനം അതാണ്. മറ്റെല്ലാമാണെങ്കിൽ തേടിപ്പിടിച്ച് പോകുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് അവർ എന്തും തോന്നിയ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലായി അവർക്ക് ഒരു പരിഗണന കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നതുകൂടി സൂചിപ്പിക്കണം എന്നുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ താങ്കൾ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഒന്ന്, മന്ത്രി ഉൾപ്പെടെ വളരെ കൃത്യമായി ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതി ഉണ്ടായിട്ടുള്ളത്. അത് സ്വാഭാവികമായും ഒരു സർവീസ് രീതിക്ക് ചേർന്നതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്തരം കാര്യങ്ങൾ ആ രീതിയിൽ തന്നെ പരിശോധിച്ചു പോകും എന്ന കാര്യത്തിലും തർക്കമില്ല. പക്ഷേ ഇവിടെ നാം കാണേണ്ടത്, ഇവിടെ ആർക്കാണ് വടിയെടുത്ത് കൊടുക്കുന്നതെന്നാണ്. ദേശീയ അന്തർദേശീയ അടിസ്ഥാനത്തിൽ തന്നെ 30ഓളം പുരസ്കാരങ്ങൾ നേടി സൗജന്യ ചികിത്സയുടെ കാര്യത്തിലും പൊതു ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഇന്ത്യയിൽ തന്നെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെയും സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളെയും ഇകഴ്ത്തി കാണിക്കാനാണ് ഇവിടെ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പരിശ്രമത്തിന് വളമിട്ട് കൊടുക്കാനുള്ള പ്രവർത്തനം ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതിനെയെല്ലാം വിമർശിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ ആരും വിമർശനാതീതമായി ആരോഗ്യ മേഖല സമീപകാലത്ത് സജീഷ്, എന്തിനാണ് ഡോക്ടർ ഹാരിസ് അങ്ങനെ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടത്? അദ്ദേഹത്തിന് അത്രയും അമർഷം തോന്നിയ ഒരു സന്ദർഭം വന്നപ്പോൾ രോഗികളുടെ ചികിത്സ, ഏറ്റവും പാവപ്പെട്ട രോഗികളുടെ ചികിത്സ, ശസ്ത്രക്രിയ, അടിയന്തര സാഹചര്യത്തിലാണല്ലോ ശസ്ത്രക്രിയ, ആ ശസ്ത്രക്രിയ തന്നെ മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളില്ലാതെ മുടങ്ങുന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടത്. ഈ പ്രശ്നം ഉയർന്നു വന്ന് 48 മണിക്കൂർ തികയുന്നതിന് മുൻപ് അത് പരിഹരിക്കപ്പെട്ടു. നോക്കൂ, 2 മാസമായി ഇതുമായി ബന്ധപ്പെട്ട ഫയല് കെട്ടിക്കിടക്കുകയായിരുന്നു എങ്കിൽ ഈ വിഷയം അദ്ദേഹം ഒരു വിസിൽ ബ്ലോവർ എന്നുള്ള നിലയിൽ ഉന്നയിച്ചതിന് പിന്നാലെ മണിക്കൂറുകൾക്കകം പരിഹരിക്കപ്പെട്ടു. ശസ്ത്രക്രിയ നടന്നു. നാളെയോ മറ്റന്നാളോ ആ രോഗികളെ ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പം ഇവിടെ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച ആളെ ഷൂട്ട് ചെയ്തിട്ട്, നമ്മൾ ഷൂട്ടിംഗ് ദ മെസ്സഞ്ചർ എന്ന് പറയും, നമ്മുടെ മഹത്തായ ആരോഗ്യ രംഗത്തെ ഇകഴ്ത്തുകയല്ലേ നിങ്ങൾ എന്ന് പറയുകയാണോ ഈ സന്ദർഭത്തിൽ വേണ്ടത് എന്നുള്ളതാണ് ഇതിലെ അടിസ്ഥാന പ്രശ്നം.
അല്ല, മറ്റൊരു രീതിയിൽ കാര്യങ്ങളെ അവതരിപ്പിക്കാനായിരിക്കും പലർക്കും താല്പര്യം. എന്നാൽ ആ രീതിയിൽ കാണണമെന്ന് ഞാൻ കരുതുന്നില്ല. ഒന്ന്, ഡോക്ടർ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഔദ്യോഗികമായ രീതികളിലൂടെയല്ല, പകരം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ്. അത് തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലേക്ക് പലരുടെ ഇടയിലും മാറിയിട്ടുണ്ട്. പലരും അതിനെ എടുത്ത് ഉപയോഗിക്കാനും വേണ്ടി, രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാനും വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു ചർച്ച ഉൾപ്പെടെ നടത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഉപകരണങ്ങൾ അതിൻ്റെ അഭാവം ചൂണ്ടിക്കാണിക്കുന്നു. കേടായ ഉപകരണം 24 മണിക്കൂറിനുള്ളിൽ തന്നെ അത് മാറ്റി സ്ഥാപിക്കുകയും ഒരാളുടെ ശസ്ത്രക്രിയ മുടങ്ങി ആ ശസ്ത്രക്രിയ ഇപ്പോൾ പൂർത്തീകരിക്കുകയും താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ അടുത്ത ദിവസം ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഈ ഉപകരണങ്ങൾക്ക് മാർച്ച് മാസത്തിൽ തന്നെ ഓർഡർ നൽകുകയും ചെയ്തിട്ടുള്ളതാണ് എന്നതും ഒരു വസ്തുതയാണ്. ഇവിടെ സാങ്കേതികമായി അതിനുണ്ടായ കാലതാമസം, ആ കാലതാമസം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ്. അത് ഈ പൊതുജന ആരോഗ്യ രംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങൾ, ആ നേട്ടങ്ങളെ ഇകത്തി കാണിക്കാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ആ കൂട്ടർക്ക് വളമായി മാറി എന്നതിനെ നമുക്ക് നിഷേധിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് വഴിയെ സൂചിപ്പിക്കാവുന്നതാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ആക്ഷേപം ഉന്നയിക്കാൻ ആളുകൾ വലിയ കാത്തു നിൽക്കുകയാണല്ലോ. അവരൊക്കെ പറയട്ടെ കേരളം മറ്റു വിഷയങ്ങളിലേക്കൊക്കെ പോകുന്നതിന് സ്ട്രെയിറ്റ് ആയിട്ട് ഓരോരോ കാര്യങ്ങളും ചർച്ച ചെയ്താൽ ശ്രീ എസ് കെ സജീഷ്, അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു മഹാപരാധമായി പോയി എന്ന് പറയുമ്പോൾ ഇന്ന് അദ്ദേഹം ഉപമിച്ചത് ആത്മഹത്യയോടെയാണ്. അതായത് ഒരു മനുഷ്യൻ ഒരു വഴിയും ഇല്ലാതാവുമ്പോൾ, എല്ലാ വഴികളും പരീക്ഷിച്ചു, ഒന്നും നടന്നില്ല, ഒരു വഴിയും ഇല്ലാതാവുമ്പോൾ ആത്മഹത്യ ചെയ്യുമല്ലോ, അതുപോലെ എൻ്റെ പ്രൊഫഷണൽ സൂയിസൈഡ് ആണ് ഇത്, നടപടി വരും എന്ന് എനിക്കറിയാം എന്നാണ് ഡോക്ടർ പറയാണ്. അപ്പോൾ അദ്ദേഹം ആകെ ചെയ്തത് ആ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടതാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കാൻ ഇടയാകാതിരിക്കാനാണ് ഞാനിത് ആവർത്തിച്ച് വിശദീകരിക്കുന്നത്. അദ്ദേഹം HOD ആണ്, യൂറോളജി വകുപ്പിൻ്റെ മേധാവിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഉപകരണങ്ങളുടെ പർച്ചേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മുകളിലുള്ള എല്ലായിടങ്ങളിലും കയറി. സാധാരണ നിലയിൽ മന്ത്രിയുടെ ഓഫീസിൽ ഒരു മെഡിക്കൽ കോളേജിൽ HOD പോവേണ്ട ആവശ്യമില്ല. പക്ഷേ 7 മാസം മുമ്പ് ആ സാഹസവും അദ്ദേഹം ചെയ്തു. മന്ത്രിയുടെ ഓഫീസിൽ പോയി CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള മന്ത്രിയുടെ PS-മായി സംസാരിച്ചു. അങ്ങനെ എല്ലാ വാതിലുകളും മുട്ടി സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്ത ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ്റെ, അയാളുടെ മകന്റെ പ്രായമുള്ള ഒരു കുട്ടിയുടെ ശസ്ത്രക്രിയ കൂടി മുടങ്ങുന്നത് കണ്ട് ഹൃദയം തകർന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടപ്പോൾ ഇതായിരുന്നു അദ്ദേഹം ചെയ്യേണ്ടത്, അദ്ദേഹത്തിന് വ്യവസ്ഥാപിതമായ മാർഗങ്ങളില്ലേ എന്ന് പറയുന്നത്, എന്ന് ചോദിക്കുന്നത്, എന്നിട്ട് നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ആകെ ഇകഴ്ത്തിയില്ലേ എന്ന് പറയുന്നത് എത്ര കഷ്ടമാണ് ശ്രീ സജീഷ്. അല്ല, താങ്കൾക്ക് വൈകാരികമായ വിഷയങ്ങളെ അവതരിപ്പിക്കാൻ നല്ല ശേഷിയുള്ളത് കൊണ്ട് താങ്കൾ അങ്ങനെ തന്നെ അവതരിപ്പിച്ചു. ഇതിൽ വൈകാരികതയുടെ പ്രശ്നമാണോ? ഒന്നുമില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഞാൻ പറയട്ടെ അഭിലാഷ്, ഒരു കാര്യം ഇവിടെ നമ്മൾ കാണേണ്ട വിഷയം ഇത്ര മാത്രമാണ്. ഇവിടെ ഒരു ശസ്ത്രക്രിയ മുടങ്ങുന്ന സാഹചര്യം വന്നു. അത് അവിടുത്തെ ഉപകരണത്തിൻ്റെ കേടുമൂലം ഉണ്ടായതാണ്. അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ, മന്ത്രിയുടെയും മറ്റും ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഹൈദരാബാദിൽ നിന്ന് ആ ഉപകരണം കൃത്യമായി എത്തിച്ച് ആ ശസ്ത്രക്രിയ ഉൾപ്പെടെ നടത്തി ആ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അവരിപ്പോൾ ആ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ ആളുകളിപ്പോൾ സുഖം പ്രാപിച്ചു വരികയാണ്. അവർ അടുത്ത ദിവസം ആശുപത്രിയിൽ നിന്ന് പോവുകയും ചെയ്യും. യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മുൻ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റും മറ്റെല്ലാ മേഖലയിലും ആരോഗ്യ മേഖലയിലുണ്ടായ നേട്ടങ്ങളെ ഇതിന് വെച്ച് ഇകത്തി കാണിക്കാനോ കുറ്റപ്പെടുത്താനോ ശ്രമിക്കരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. 2024-25 കാലഘട്ടത്തിൽ 67 ലക്ഷം രൂപ 67 കോടി രൂപ യൂറോളജിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നടന്ന ശസ്ത്രക്രിയ 2898 ഈ വർഷം 1327 ശസ്ത്രക്രിയകൾ നടന്നു. കഴിഞ്ഞ മെയ് മാസത്തിൽ മാത്രം 312 ശസ്ത്രക്രിയകൾ ഇവിടെ നടന്നിട്ടുണ്ട്. ജൂൺ വരെ, ഈ ജൂൺ 25 വരെ 242 ശസ്ത്രക്രിയകൾ നടന്നിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ മറ്റ് ഓപ്പറേഷൻ തിയേറ്ററുകളിലെല്ലാം ശസ്ത്രക്രിയ നടക്കുകയും ഇതേ സമയത്ത് നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഉപകരണത്തിൻ്റെ കേടുപാട് ഉണ്ടായി, അത് അടിയന്തരമായി തന്നെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനെ കൂടുതൽ വൈകാരികമായി അവതരിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതൊരു കാണാൻ വേണ്ടി പലതായ താല്പര്യങ്ങൾ ഉണ്ടാകാം. ഒരു ഉപകരണത്തിന് ഒരു കേട് വന്നു, ഞങ്ങൾ പെട്ടെന്ന് ആ ഉപകരണത്തിന്റെ തകരാറ് പരിഹരിച്ചു, ഇതാണല്ലോ പറയാൻ ശ്രമിക്കുന്നത്. അങ്ങനെ അവിചാരിതമായി ഒരു ഉപകരണം കേടുവന്നതാണോ അതോ ഇതാണോ നടപ്പ് ശീലം? ഈ വലിയ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ഒക്കെ അനുബന്ധ ഉപകരണങ്ങൾ കൃത്യമായി എല്ലാ മെഡിക്കൽ കോളേജുകളിലുണ്ടോ? അങ്ങനെ ഉണ്ട് എന്നാണ് താങ്കളുടെ വാദമെങ്കിൽ അതിന് മറുവാദമുണ്ട്. അതിൽ ധാരാളം ഡോക്ടർമാരും പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ ആ പോയിന്റിലേക്ക് തന്നെ മടങ്ങിയെത്താം. ഡോക്ടർ PS ഷാജഹാൻ, അദ്ദേഹം KGMCTയെ പ്രതികരിച്ചാണ്, ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് അദ്ദേഹം. ഡോക്ടർ ഷാജഹാൻ, ഇതിപ്പോൾ
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ അവിചാരിതമായി ഒരു ഉപകരണത്തിന്റെ ക്ഷാമം വന്നു. പെട്ടെന്ന് അത് ആ ഡോക്ടർ ഫേസ്ബുക്കിലിട്ടു. വലിയ കുഴപ്പമുണ്ടായി എന്നുള്ളതാണോ വസ്തുത? അതോ ഇതുപോലെയുള്ള ഉപകരണങ്ങളുടെ ക്ഷാമം മൂലം ശസ്ത്രക്രിയകൾ അനന്തമായി വൈകുന്നു? രോഗികളുടെ കീശയിൽ നിന്ന് പണം മുടക്കി ശസ്ത്രക്രിയ അനുബന്ധ ഉപകരണങ്ങൾ വാങ്ങേണ്ടി വരുന്നു. അതിന് ഡീലർമാരുടെ നമ്പറുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഒരു രോഗിയോ ഒരു കൂട്ടം രോഗികളോ സ്വന്തം നിലയിൽ സമാഹരിച്ചോ പിരിവിട്ടോ ആ മനുഷ്യർക്ക് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ ആണെങ്കിൽ മാത്രം ശസ്ത്രക്രിയ നടക്കുന്നു എന്നൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്തകൾ. ഇതാണോ വസ്തുത? അതോ നേരത്തെ ശ്രീ സജീഷ് പറഞ്ഞതുപോലെ അവിചാരിതമായ ഒരു ഉപകരണം കേടുവന്നു, അതോടുകൂടി എല്ലാം വലിയ കോലാഹലത്തിൽ കലാശിച്ചു എന്നാണോ? അല്ല, നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ രോഗികളുടെ ഒരു തള്ളിക്കയറ്റമുണ്ട്. എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും രോഗികളുടെ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അത് യൂറോളജി വിഭാഗത്തിൽ മാത്രമല്ല, എല്ലാ വിഭാഗത്തിലും ഒപ്പം ഉണ്ട്. അപ്പോൾ ഇതിനനുസൃതമായി നമ്മൾക്ക് രോഗികൾ ആഗ്രഹിക്കുന്ന തലത്തിൽ അല്ലെങ്കിൽ അവർക്ക് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചെന്നാൽ ഉടൻ തന്നെ കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇതിന് കാരണം എന്തുണ്ടെങ്കിൽ ഡോക്ടർമാരെ അഭാവമുണ്ട്, പിന്നെ രോഗികളുടെ എണ്ണ കൂടുതലുണ്ട്. ഇതെല്ലാം കൊണ്ട് പലപ്പോഴും നമ്മൾക്ക് ചികിത്സകൾ, പ്രത്യേകിച്ച് ശസ്ത്രക്രിയയൊക്കെ ചില ശസ്ത്രക്രിയയെങ്കിലും കുറച്ചെങ്കിലും വൈകുന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. എന്ന് വെച്ച് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ മൊത്തം ഒന്നും നടക്കുന്നില്ല, മെഡിക്കൽ കോളേജിലെ പ്രവർത്തനമൊക്കെ മന്ദീഭവിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നതും ശരിയല്ല. നമ്മുടെ പൊതുജനാരോഗ്യ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയെ മൊത്തം താറടിച്ച് കാണിക്കുന്നത് ശരിയല്ല. എന്നാൽ ഈ പറയുന്നത് പോലെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളെല്ലാം തന്നെ നമ്മുടെ രോഗികൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരു ആധുനിക സമൂഹം ആഗ്രഹിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നും KGMCT കരുതുന്നില്ല. അല്ല, ഞാൻ ചോദിച്ച ചോദ്യം ഇപ്പോൾ ഇതിനോടകം തന്നെ പല മെഡിക്കൽ കോളേജുകളുടേതായ വിവരങ്ങൾ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്, പല മെഡിക്കൽ കോളേജുകളിൽ നിന്ന്. ഇവിടെ ഇപ്പോൾ ഈ ഡോക്ടർ തന്നെ പറയുന്ന ഒരു കാര്യം, ഈ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികളുടെ നമ്പർ വാർഡിൽ എഴുതി പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഡോക്ടറും രോഗിയുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും കൈക്കൂലിയോ പൈസയോ വാങ്ങുന്നില്ല. പക്ഷേ രോഗികൾക്ക് അവരുടെ പണം ഉപയോഗിച്ച് ഈ ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുക്കേണ്ടി വരുന്നുണ്ട്, ഇല്ലെങ്കിൽ ശസ്ത്രക്രിയ നടക്കുന്നില്ല എന്ന് പറയുന്നത് ഈ യൂറോളജി വിഭാഗം വകുപ്പ് മേധാവിയാണ്. അപ്പോൾ മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്നും സമാനമായ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് അവരുടെ വെളിപ്പെടുത്തലുകളായി വരുന്നുണ്ട്. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് വൃക്കയിലെ കല്ല് പൊടിച്ചു കളയുന്ന ഉപകരണം RIRS ഇപ്പോൾ കിട്ടുന്നില്ല, 45,000 രൂപയാണ് വില. അപ്പോൾ ഒരു രോഗിയോട് 6,000 രൂപ വെച്ച് വാങ്ങിച്ചിട്ട് ഈ 6,000 രൂപ 5-6 പേര് കൂടി ചേർന്ന് എല്ലാവരും 6,000 വീതം ഇട്ട് ഇത് വാങ്ങിക്കുന്നു, ഉപയോഗിക്കുന്നു. ഈ മട്ടിലാണോ കാര്യങ്ങൾ നടക്കുന്നതെന്നാണ് എനിക്കറിയേണ്ടത്. അല്ല, ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചോളം ഇങ്ങനെ ഒരു പരാതി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, KGMCTയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്ന് വെച്ച് ഈ പറയുന്ന വളരെ എല്ലാ മെഡിക്കൽ കോളേജിലും ഈ പറയുന്നത് പോലെ എല്ലാ ഉപകരണങ്ങളും റെഡിലി അവൈലബിൾ ആണെന്നോ എന്നും പറയാൻ കഴിയില്ല. പലപ്പോഴും ഈ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ ഉണ്ടാകുന്ന കാലതാമസം, നമ്മൾ റെഡ് ടൈപ്പിസം എന്നൊക്കെ പറയുമല്ലോ, അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചില നീട്ടിവെക്കലുകളൊക്കെ ഉണ്ടായെന്നിരിക്കാം. പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു 4-അംഗ സമിതി ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഇഷ്യൂ ആണ് അന്വേഷിക്കുന്നത്. എന്നിരുന്നാലും കേരളത്തിലെ മൊത്തം ഈ മെഡിക്കൽ കോളേജിലെ ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ചൊരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കണമെന്നാണ് KGMCTയെ ഇക്കാര്യത്തിൽ ആവശ്യപ്പെടുന്നത്. ശരി, മുഴുവൻ മെഡിക്കൽ കോളേജുകളിലും ഒരു ഓഡിറ്റ് വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു KGMCTക്ക് വേണ്ടി. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇന്നലെ വരെ ഡോക്ടർ നല്ല ആളായിരുന്നു, ഇന്ന് നല്ല ആളല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഡോക്ടർ പ്രതിപക്ഷത്തിന് വടി കൊടുത്തു എന്ന് ഗോവിന്ദമാഷ് പറയുന്നു. ഇരിക്കുന്ന സ്ഥാനത്തിന് യോജിച്ച പണിയല്ല അദ്ദേഹം എടുത്തത് എന്ന് സജി ചെറിയാൻ പറയുന്നു. ആരോഗ്യ മേഖലയെ കൂടുതൽ മോശപ്പെടുത്തുന്ന പണിയെടുത്തു എന്ന് GR അനിൽ പറയുന്നു. പിന്നെ നാളെ ആരൊക്കെ എന്തൊക്കെ പറയും എന്നറിയില്ല. കേരളത്തിന്റെ കഫീൽ ഖാൻ എന്ന് ഭാവിയിൽ വിശേഷിപ്പിക്കേണ്ടി വരുമോ ഡോക്ടർ ഹാരിസ് ഹസനെ? അഭിലാഷ്, അവിടെയാണ് പ്രശ്നം. ഇവിടെ രാജാവിന് ഹിതകരമായത് മാത്രമേ അണികൾ പ്രവർത്തിക്കുകയുള്ളൂ. ഇവിടെ ഒരു രാജഭരണമാണ് നടക്കുന്നത്. ഇവിടെ നോക്കൂ, എന്താ വിഷയം? ഇവിടെ ഒരു ഡോക്ടർ, യൂറോളജി ഡിപ്പാർട്ട്മെന്റ് HOD, അദ്ദേഹത്തിന് ആ ഡിപ്പാർട്ട്മെന്റ് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം എത്തി നിൽക്കുന്നു. സർക്കാരിൻ്റെ അലംഭാവം മൂലം അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു.
ഇവിടെ സജീഷ് യൂത്ത് കോൺഗ്രസിൻ്റെ പൈസയെക്കുറിച്ചൊക്കെ പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് വീട് വെച്ച് കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ അവർ കൃത്യമായി കണക്കുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അവരത് കൃത്യമായി പൊതുസമൂഹത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. ഇവിടെ ആ ദുരന്തം ഉണ്ടായതിനു ശേഷം സർക്കാർ എന്തെല്ലാം നടപടി സ്വീകരിച്ചു, സർക്കാർ വെച്ചു കൊടുക്കാം, കർണാടക സർക്കാർ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ വീടുകളുടെ സ്ഥലം ഇപ്പോഴും നിർണ്ണയിക്കാൻ കഴിയാത്ത സർക്കാരാണ് ഈ വാദഗതികൾ പറയുന്നത്. സർക്കാരിൻ്റെ പ്രതിയാണ്. പോട്ടെ, ബാലിശമായ കാര്യങ്ങൾ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുന്നതാണ്. അത് കടന്നു നിൽക്കട്ടെ. ഞാൻ ചോദിച്ചത് ഇവിടെ ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച്, ഒരു ഡോക്ടറെ സംബന്ധിച്ച്, ആ ഡോക്ടർ സാധാരണക്കാർക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനാണ് എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യമെല്ലാം തുറന്നു പറയുന്നുണ്ട്. ആർക്കും അദ്ദേഹത്തെ സംബന്ധിച്ച് എതിരഭിപ്രായമില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം കറകളഞ്ഞ ഇടതുപക്ഷ അനുഭാവി കൂടിയാണ്. അങ്ങനെ ഒരു ഡോക്ടർ തൻ്റെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ച് ഒരു ഹോസ്പിറ്റലിൽ ഒരു HOD ആയി തുടർന്നു പോകുന്നതിൽ അല്ലെങ്കിൽ രോഗികളെ പരിശോധിക്കുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ നിസ്സഹായ അവസ്ഥ തുറന്നു പറഞ്ഞപ്പോൾ എത്ര ലാഘവത്തോടുകൂടിയാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയോട് സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞെന്താ, 24 ഒരു ഉപകരണത്തിൻ്റെ കുറവുണ്ടായിരുന്നത് 24 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് എല്ലാം പരിഹരിച്ചു, എല്ലാം കോംപ്ലിമെൻറ്റ്സ് ആയി. എന്ത് വിവരക്കേടായി സംസാരിക്കുന്നത്. എന്തായിരുന്നു ഇന്നലെ വരെയുള്ള അവരുടെ നിലപാട്? അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ എന്തായിരുന്നു മന്ത്രിയുടെ നിലപാട്? അദ്ദേഹത്തെ തള്ളാൻ കഴിഞ്ഞോ? അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയായിരുന്നല്ലേ? മന്ത്രി എന്താ പറഞ്ഞത്? ഇതൊരു സിസ്റ്റത്തിൻ്റെ തകരാറാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായി ചോദിച്ചു, ആ സിസ്റ്റത്തിന് നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? സംസ്ഥാന സർക്കാരാണ്. എങ്കിൽ സർക്കാരിൻ്റെ തകരാറല്ലേ ഇത്? തീർച്ചയായിട്ടും ആണ്. കാരണം ഈ നമ്മുടെ ഈ ഡോക്ടർ ഹാരിസ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ. ഈ സിസ്റ്റത്തിൽ മുഴുവൻ തകരാറുണ്ട് എന്ന് ഓരോ ദിവസം കഴിയുന്തോറും നമുക്ക് കൂടുതൽ വെളിവാകുന്ന കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. കേരള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ പ്രതിനിധി സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ 4 ചുവരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ കഴിയൂ. ഏറ്റവും ജനശ്രദ്ധ ആകർഷിച്ച, ജനങ്ങളുടെ മുഴുവൻ, പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ പിന്തുണ കിട്ടിയ ഡോക്ടർ ഹാരിസിനെ പോലും അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മേളിൽ അദ്ദേഹത്തിന് ഒരു അച്ചടക്ക നടപടിയുടെ വാൾ തൂങ്ങിക്കിടക്കുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ KMCTയുടെ പ്രതികൾക്കൊന്നും ഇതിനപ്പുറത്തേക്ക് KGMCTയുടെ പ്രതികൾക്കൊന്നും സംസാരിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. ഞാൻ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ ഞാൻ ഉൾക്കൊള്ളുന്നു. പക്ഷേ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്താ? ഇവിടെ ഒരു ഡോക്ടർ ഇങ്ങനെ പറഞ്ഞതിന് ശേഷവും അത് ശരിയാണെന്ന് പൊതുസമൂഹത്തിന് മുഴുവൻ ബോധ്യമായതിനു ശേഷവും നമ്മുടെ രാജാവ് ഒറ്റ വാചകം പറയുന്നു, ഇത് എൻ്റെ സർക്കാരിനെ അട്ടിമറിക്കാൻ, എൻ്റെ സർക്കാരിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ സർക്കാരിനെതിരായി നിൽക്കുന്നവർക്ക് ഒരു ഉപകരണം, ഒരു ആയുധമായി കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞത് ശരിയല്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലെ വസ്തുതകൾ അതിനെക്കുറിച്ച് പരിശോധിക്കുന്നില്ല. ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു, അതെല്ലാം തീർന്നു എന്നാണ് പറയുന്നത്, എല്ലാം പരിഹരിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ വിഷയം? അങ്ങനെയല്ലല്ലോ വിഷയം. ഇവിടെ നമുക്കറിയാമല്ലോ, ഈ ഡോക്ടർ പറഞ്ഞതെല്ലാം 100% ശരിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മാത്രമല്ല, 24 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ പരിഹരിച്ചു എന്ന് പറഞ്ഞാൽ ഇതേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നു, ഞാൻ 7 മാസം മുമ്പ് തന്നെ മന്ത്രിയുടെ ഓഫീസിലേക്ക് പോലും നേരിട്ട് പോയി ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുകയും ആ പരാതിയുടെ എല്ലാം കോപ്പി എൻ്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഞാനിപ്പോൾ ഏറ്റവും അവസാനം ഒരു പ്രൊഫഷണൽ സൂയിസൈഡിന് വിധേയനാകാൻ പോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ആ രീതിയിൽ പൊതുജന ആരോഗ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചുരുക്കം ചില ഡോക്ടർമാരിൽ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഏത് ഘട്ടം വരെയും ഏത് അറ്റം വരെയും പോകാൻ തയ്യാറുള്ള ഒരു ഡോക്ടറെ സംബന്ധിച്ച് ആ ഡോക്ടർ പോലും ഈ സർക്കാരിനെതിരാണ് അല്ലെങ്കിൽ സർക്കാരിനെ ഇല്ലായ്മ ചെയ്യാൻ, സർക്കാരിനെ ചീത്തപ്പേരുണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുന്നു എന്നൊക്കെ ഒരു മുഖ്യമന്ത്രി പറഞ്ഞാൽ, അദ്ദേഹം ഇവിടുത്തെ ജനങ്ങളുടെ ജനപ്രതിനിധിയാണ്, അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണെന്ന് മറിഞ്ഞുകൊണ്ടാണോ അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തും പറയാം. പക്ഷേ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ജനങ്ങളുടെ വികാരം അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആ ഇഷ്യൂവിൽ നിന്നുണ്ടാകുന്ന എന്തുകൊണ്ടാണ് ആ ഇഷ്യൂ റൈസ് ചെയ്യപ്പെട്ടത്, ഒറ്റ അങ്ങനെ അങ്ങ് പോകല്ലേ അഭിലാഷേ, ആ ഇഷ്യൂ റൈസ് ചെയ്യപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാകണ്ടേ? ഞാൻ താങ്കളോട് ആവശ്യപ്പെടുന്നത് ഈ SK സജീഷ് കൊടുത്ത സമയമെങ്കിലുമാണ്. ഞാൻ 1-2 വിഷയം കൂടി മാത്രം ഒന്ന് അവതരിപ്പിക്കട്ടെ. ഇവിടെ അദ്ദേഹം പറഞ്ഞു, SK സജീഷ് പറഞ്ഞാണ്, സർവീസ് രീതിക്ക് ചേർന്നതല്ല. അദ്ദേഹം പറഞ്ഞ ഔദ്യോഗികമായ രീതിയല്ല, അതിനപ്പുറത്തേക്ക് വടിയെടുത്ത് കൊടുക്കുന്നു. എന്താ അദ്ദേഹം പറഞ്ഞതിൽ തെറ്റെന്ന് പറയണ്ടേ? എന്താ അദ്ദേഹം പറഞ്ഞതിൽ തെറ്റ്? അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങളെല്ലാം വിട്ടുപോകുമ്പോൾ ഉത്തരവാദിത്വപ്പെട്ട ആളെന്ന നിലയിൽ നിരന്തരമായി സർക്കാർ സംവിധാനത്തെ സമീപിച്ചതിന് ശേഷവും പരിഹാരം ഉണ്ടാകാതെ വരുമ്പോൾ മന്ത്രി ഓഫീസിനെ ഉൾപ്പെടെ സമീപിച്ചതിന് ശേഷവും അതിനുശേഷം ഇനി ഒരു നടപടിയും താങ്കളുടെ ഭാഗത്ത് നിന്ന് നടത്താൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട ഒരു ഡോക്ടർ അദ്ദേഹം പൊതുസമൂഹത്തോട് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് എന്താ ഔദ്യോഗികമല്ലാത്ത രീതി നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ചെയ്തു കൊടുത്തോ? ഇല്ലല്ലോ. പിന്നീട് 24 മണിക്കൂർ വൈകാരികമായി അവതരിപ്പിക്കുന്ന അഭിലാഷിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഇത്തരം വിഷയങ്ങൾ വൈകാരികമാണെന്നേ. സാധാരണക്കാരുടെ ജനങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ വൈകാരികമായി തന്നെയാണ്. ശസ്ത്രക്രിയ വേണ്ടുവോളം നടക്കുന്നു എന്നാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 2022 പുതിയ കാഷ്വാലിറ്റി വന്നത്. 10-18 കോടി രൂപ മുടക്കിയ കാഷ്വാലിറ്റി ഉണ്ടാക്കിയിട്ട് അവിടെ എമർജൻസി മെഡിസിൻ ഇപ്പോഴും ഒരു ഡോക്ടർ ഉണ്ടോ പെർമനന്റ് ആയിട്ട്? അവിടെ ഒരു നേഴ്സിംഗ് സൂപ്പർ ഉണ്ടോ അഭിലാഷേ? ഒരു നേഴ്സിംഗ് സൂപ്പറിനെ സ്ഥിരമായി ഈ കാഷ്വാലിറ്റിയിൽ നിയമിച്ചിട്ടുണ്ടോ? ഇല്ല. ഈ കാഷ്വാലിറ്റിയിൽ 16 വെന്റിലേറ്ററുകളുണ്ട്. ഇതിൽ 14 കേടായി കിടക്കുക. ഈ മെഡിക്കൽ കോളേജിൽ ആകെ ഉള്ളത് 3 CT സ്കാനുകളാണ്. 4 ഉണ്ടായിരുന്നു, അതിലൊന്നും പ്രവർത്തിക്കുന്നില്ല. ഈ 6 ലക്ഷം രോഗികൾ ഒരു വർഷം വരുന്നു എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിലുള്ളത് ആകെ ഒരു MRI സ്കാനാണ് ഉള്ളത്. ആരോടാ ഇത് പറയേണ്ടത്? രോഗികൾ നിരത്തിടക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മരുന്ന് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ആ ഒരു കണക്കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ മരുന്ന് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നിയമസഭാ ചോദ്യത്തിൽ ചോദിച്ച ഉത്തരം ഒറ്റ മിനിറ്റ്. മരുന്ന് സംഭരണത്തിന് 1014-1015 കോടി രൂപ വേണ്ട സ്ഥലത്ത്
വകയിരുത്തിയത് 356 കോടി രൂപയാണെന്ന് നിയമസഭാ രേഖകളിലുണ്ട്. ഞാൻ ഒറ്റ ചോദ്യത്തിന് ഉത്തരം മാത്രം വായിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. 17/3/2020 ഈ മാർച്ച് മാസം 17-ാം തീയതി നിയമസഭയിൽ ശ്രീ സണ്ണി ജോസഫിന് നമ്മുടെ ബഹുമാനിയായ ആരോഗ്യമന്ത്രി കൊടുത്ത മറുപടിയാണ്. DME, DHS എന്നിവ ആവശ്യപ്പെട്ട പ്രകാരമുള്ള അവശ്യ മരുന്നുകളുടെ സംഭരണത്തിനായി 2024-25 സാമ്പത്തിക വർഷത്തിൽ എത്ര തുക ആവശ്യമായി വരുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. നടപ്പ് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ ഇതിനായി എത്ര രൂപയാണ് വകയിരുത്തിയത്? നാളിതുവരെ എത്ര രൂപ അനുവദിച്ചു നൽകി? എത്ര രൂപ ചെലവഴിച്ചു? വിശദാംശം തിരിച്ച് വ്യക്തമാക്കാമോ? ആരോഗ്യ വകുപ്പും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പും ആവശ്യപ്പെട്ട പ്രകാരമുള്ള മരുന്നുകളുടെ സംഭരണത്തിനായി 2024-25 സാമ്പത്തിക വർഷത്തിൽ 534 കോടി രൂപ ആവശ്യമാണ് എന്നാണ് കണക്കാക്കിയത്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഈ ആവശ്യത്തിലേക്കായി മെഡിക്കൽ സർവീസ് കോർപ്പറേഷനും ബഡ്ജറ്റിൽ അനുവദിച്ചത് 356 കോടി രൂപയും കൂടാതെ അഡീഷണൽ ഓതറൈസേഷൻ ആയി 150 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. മേൽപ്പറഞ്ഞ ആകെ അനുവദിച്ച 506 കോടി രൂപയുടെ നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള അവശ്യ മനുഷ്യരുടെ സംഭരണത്തിനായി ചെലവഴിച്ചിട്ടുണ്ട്. 934 ചോദിച്ചിടത്ത് 506. ഒറ്റ ചോദ്യത്തിന് മറുപടി കൂടി. DME, DHS എന്നിവ ആവശ്യപ്പെട്ട പ്രകാരം ഉള്ള അവശ്യ മരുന്നുകളുടെ സംഭരണത്തിനായി 2025-26 സാമ്പത്തിക വർഷത്തിൽ എത്ര തുക ആവശ്യമായി വരുമെന്നാണ് കണക്കാക്കിയത്? 2025-26 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ ഇതിനായി എത്ര തുകയാണ് വകയിരുത്തിയത്? വിശദാംശം വ്യക്തമാക്കാമോ? അവിടെ സർക്കാരിനോട് ആരോഗ്യവകുപ്പും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പും ആവശ്യപ്പെട്ടത് 1014.92 കോടി രൂപയാണെങ്കിൽ 2025-26 ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് 356.4 കോടി രൂപ മാത്രമാണ്. ശരി. അപ്പോൾ 1000 രൂപ 1/3 പോലും ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടില്ല എന്ന് നിയമസഭയിൽ മറുപടി പറഞ്ഞിരിക്കുമ്പോൾ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണെന്ന് പറഞ്ഞത് തെറ്റാണോ? അപ്പോൾ ഈ ഒരു ഡോക്ടർ പറഞ്ഞത് തെറ്റാണോ? ഞാൻ പറയുന്നത് 1194 കോടി രൂപ വേണ്ട സ്ഥലത്ത് അഭിലാഷെ നിയമസഭയിൽ കൊടുത്ത മറുപടി ഞാൻ പറഞ്ഞത് കൃത്യമായി നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളതാണ്. 1014.92 കോടി രൂപ ആവശ്യമാണ് എന്ന് ഡിപ്പാർട്ട്മെന്റ് DME-യും DHS-ഉം ആവശ്യപ്പെട്ടപ്പോ ഈ നമ്മുടെ ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടുള്ളത് 356.4 കോടി രൂപയാണ്. പ്രതിപക്ഷത്തിന്റെ അഭ്യാസമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ശരി. മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഇതിനോടകം 693.76 കോടി വിവിധ മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാനുണ്ട്. അത്രയും കുടിശ്ശിക മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാനുണ്ട് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ എന്ന കാര്യം കൂടി അവിടെ ഉണ്ട്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ PR ശിവശങ്കർ, ഇപ്പോൾ കേരളത്തിന്റെ പൊതുജന ആരോഗ്യ മേഖല നിലനിൽക്കണം, അതിന്റെ ശ്രേയസ്സും അതുപോലെ തന്നെ നിലനിൽക്കണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും പൊതു ആവശ്യമാണ്. അതിപ്പോ അതിന് കോൺഗ്രസ് എന്നോ CPM എന്നോ BJP എന്നോ വ്യത്യാസമില്ല. ചില കാര്യങ്ങൾ സ്വാഭാവികമായും ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. അങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന് പരിഹാരമാണ് വേണ്ടത്. ഇന്നിപ്പോ ഡോക്ടർ പറയുന്നു യൂറോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യം ചൂണ്ടിക്കാണിച്ചു, അതിന് പരിഹാരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള മുട്ടുശാന്തി പരിഹാരം എന്നുള്ളതിനപ്പുറത്ത് ശാശ്വതമായ സ്ഥിരമായ പരിഹാരം ഉണ്ടാവണം. അത് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളുടെ കാര്യത്തിലും ഉണ്ടാവണം എന്നുള്ളതാണല്ലോ പ്രധാനം. അപ്പോൾ ആ നിലയ്ക്കുള്ള നീക്കമാണോ അതോ ഇത് പറഞ്ഞ ആളെ ക്രൂശിക്കാനുള്ള നീക്കമാണോ ഇപ്പോൾ നടക്കുന്നത്? എന്ത് തോന്നുന്നു താങ്കൾക്ക്? കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരാൾക്കും ഇത്തരം ആരോപണങ്ങളെ നിസാരവൽക്കരിക്കുവാനോ അത് ഒരു വ്യക്തിപരമായ ആരോപണമായോ രാഷ്ട്രീയ ആരോപണമായോ കാണാൻ സാധിക്കില്ല. ഞാൻ ചെറിയ കുറച്ച് കണക്കുകൾ മാത്രം പറയാം. ഒന്ന്, കഴിഞ്ഞ കുറേ നാളുകളായി ഈ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല വളരുകയാണോ തകരുകയാണോ എന്നുള്ളതിൻ്റെ ബേസിക് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2015 നമുക്കറിയാം ഈ ഗവൺമെൻറ്റൊക്കെ വന്നതിന് ശേഷം ഏതാണ്ട് 38,400 ബെഡായിരുന്നു ഈ കേരളത്തിലെ ആശുപത്രികളിൽ ഉണ്ടായിരുന്നത്. ഇന്ന് ഇപ്പോൾ 2025 ആയപ്പോഴേക്കും അതിൻ്റെ 38,525 ബെഡായിട്ട് മാത്രമേ വളർന്നിട്ടുള്ളൂ. 525 ബെഡുകളാണ് അഡീഷണലായിട്ട് കൂടിയേക്കുന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ കണക്കുകൾ തന്നെ പറയുന്നത്. ഇതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും കണക്കുകളിൽ 2017 അല്ലെങ്കിൽ 15-നും 17-നും ഇടയ്ക്കുള്ള ഒരു കണക്ക് സൂചിപ്പിക്കുന്നത് ഏതാണ്ട് 842 PHC ഉണ്ടായിരുന്നു എന്നുള്ളതും അതിനുശേഷം 2025 ആയപ്പോൾ ആകെ കൂടിയിട്ടുള്ളത് 856, ഏതാണ്ട് ഒരു 9, 10 താഴെ ഉള്ള ഒരു 842, 44 കണക്ക്, 856, ഒരു 10 PSC കൂടെ കൂടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു വർധനവ് സംസ്ഥാനത്തെ പോപ്പുലേഷൻ വർദ്ധനനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ GST മറ്റേ വരുമാനങ്ങൾ വർദ്ധനനുസരിച്ചിട്ടോ ആരോഗ്യ കേരളത്തിൽ ബേസിക് അമ്യൂണിറ്റീസ് വർദ്ധിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ധാരാളം കണക്കുകളുണ്ട്. ഇപ്പോൾ മറ്റൊരു കണക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ OOPE, ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസസ്, ഇത്തരത്തിലുള്ള ആരോഗ്യ മേഖലയിൽ ഒരു വ്യക്തിക്ക് ചെലവാക്കേണ്ടി വരുന്ന തുകയുടെ കണക്കുകളുടെ ദേശീയ ശരാശരി ഏതാണ്ട് 62.6% ദേശീയ ശരാശരി ഇപ്പോൾ 10 വർഷം കൊണ്ട് 39.4 കുറഞ്ഞിരിക്കുന്നു. പക്ഷേ കേരളത്തിൽ അത് ഏതാണ്ട് 5,419 നിന്ന് 7,889 രൂപയായി കൂടിയിരിക്കുന്നു. ഏതാണ്ട് 45% കേരളത്തിൽ കൂടിയിരിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരം കണക്കുകൾ ഞാൻ പറയുന്നത് ഈ ഡോക്ടർ പറയുന്ന കാര്യം വെറും നിസ്സാരമല്ല, ഇത് സാധാരണക്കാരനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്.
ഒന്ന്. രണ്ട്, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തതിനേക്കാൾ അധികമായിട്ട് സംസ്ഥാനത്തെ ഓരോ ആശുപത്രിയിലും, ഇപ്പോൾ കോഴിക്കോട് ജനറൽ ആശുപത്രി എത്രയോ ദിവസം പൂട്ടിയിട്ടതായിട്ട് മാതൃഭൂമി അടക്കമുള്ള എല്ലാ പത്രങ്ങളും വാർത്ത വന്നിരുന്നു. കുടിവെള്ളം പോലും കിട്ടുന്നില്ല, ചോർച്ചയുള്ള ആശുപത്രികൾ, അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള മരുന്ന് ക്ഷാമങ്ങൾ നേരിടുന്ന ആശുപത്രികൾ, മരുന്ന് കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു അന്വേഷണം വരുമ്പോൾ കത്തിക്കുന്ന വാർത്തകൾ. ഇത്തരം ആരോഗ്യ മേഖലയെ കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ പുറത്തേക്ക് കൊണ്ടുവരുന്ന വലിയ കേരളത്തിൻ്റെ നേട്ടം എന്ന് വരുന്ന കാര്യങ്ങളല്ല വാർത്തകളായിട്ട് പുറത്തു വരുന്നത്. അതുകൊണ്ട് ഇത്തരം ഡോക്ടർമാരുടെ ഈ പൊതു രീതിയിലുള്ള പറച്ചിൽ അത് തെറ്റല്ല എന്നാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവിടെ കാര്യമായ അപകടം സംഭവിക്കുന്നു. ഇതിന് സംസ്ഥാനത്തെ സർക്കാർ തീർച്ചയായും ഉത്തരവാദികളാണ്. സംസ്ഥാനത്തെ ആരോഗ്യനില മെച്ചപ്പെടുവാനുള്ള കാരണം പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ ഇടപെടലാണ്. ധാരാളം ഇപ്പോൾ അതേപോലെ തന്നെ 5000-ഓളം ആശുപത്രിയിലെ ഡോക്ടർമാരെ അപ്പോയിന്റ് ചെയ്തിട്ടില്ല. അതും ഇത്തരത്തിലുള്ള ഇവിടെ ഡോക്ടർമാരുടെ സംഘടന നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു. അവർക്ക് വലിയ രീതിയിലുള്ള ഓവർഹെഡ് ഉണ്ട്. അവർക്ക് തൊഴിൽ, അവരുടെ മുന്നിലേക്ക് വരുന്ന രോഗികളുടെ എണ്ണം കൂടുന്നു. അവർക്ക് നിരന്തരമായിട്ട് അഡീഷണൽ ഡ്യൂട്ടി വേണ്ടി വരുന്നു. പാരാമെഡിക്കൽ സ്റ്റാഫില്ല. ഇത്തരത്തിലുള്ള ധാരാളം പ്രശ്നം കൂടി വരുമ്പോൾ ഡോക്ടർമാർക്ക് അധികമായി തൊഴിൽ ചെയ്യേണ്ടി വരുന്നു. അവർക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ട്. ഒരുപാട് പേര് ലീവിൽ പോകുന്നു. അവർക്കൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ധാരാളമുണ്ട്. അതുകൊണ്ട് ഇതൊരു വ്യക്തി പറഞ്ഞ ഈ സർക്കാരിനെതിരെ വടി കൊടുത്തു എന്നുള്ള ആരോപണമൊന്നും, പ്രതിപക്ഷത്തിനോടുത്ത ആരോപണമൊന്നും ഒട്ടും ശരിയല്ല. ഇത് കാര്യമായി അന്വേഷിക്കേണ്ടതുണ്ട്. സർക്കാർ കണ്ണു തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ജനങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എനിക്ക് ഒരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം ചർച്ച തുടരാം. ചർച്ചയിലേക്ക് വേണം. എസ് കെ സജീഷ്, ഒരു രോഗം വന്നാൽ എന്ത് ചെയ്യണം? ഒറ്റ ഉത്തരവേ ഉള്ളൂ, ചികിത്സിക്കണം. അല്ലാതെ രോഗമുണ്ട് എന്ന് ഡിറ്റക്ട് ചെയ്യുന്ന ആളെ തട്ടിക്കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ നമ്മുടെ ആതുര സേവന രംഗത്തിന്, പൊതുമേഖലയിൽ ചില കുഴപ്പങ്ങളുണ്ട്. അതിന് രോഗം ബാധിച്ചിരിക്കുന്നു എന്ന് കണ്ടാൽ അത് കൃത്യമായി ചികിത്സിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രതിവിധി. അതിനിപ്പോൾ 4-അംഗ സമിതി അത് പഠിക്കാനൊക്കെ നിയോഗിച്ചിട്ടുണ്ട്, നല്ല കാര്യം. അതിനപ്പുറത്ത് ഇന്നിപ്പോൾ ഡോക്ടർ തന്നെ പറയുന്നത്, ഡോക്ടർ ഹാരിസ് തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ എൻ്റെ കരിയർ ത്യജിച്ചുകൊണ്ടിട്ടാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. ഈ വിഷയത്തിനൊരു സ്ഥിരമായ പരിഹാരം ഉണ്ടാവണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. ഞാൻ വൈകാരികമായി പറയുന്നതല്ല. ഇതിനോടകം തന്നെ രോഗികളായ, ഈ സമീപകാലത്ത് മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റ് നേടി ആ മെഡിക്കൽ കോളേജിനോടും ഡോക്ടർമാരോടും കമ്മിറ്റ്മെൻ്റുള്ള, ആ നന്ദിയുള്ള രോഗികൾ തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നോക്കൂ, പുനരുപയോഗത്തിന് പറ്റില്ലാത്ത ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഉപകരണങ്ങൾ, സർജിക്കൽ ഉപകരണങ്ങൾ റീയൂസ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യമുണ്ട് 7-8 തവണ. കാരണം അത് കോസ്റ്റ്ലിയാണ്. നമ്മുടെ പാവപ്പെട്ട രോഗികളെ സംബന്ധിച്ച് അത് അണുവിമുക്തമാക്കി ഉപയോഗിക്കുക എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് പോകുന്നുണ്ട്. അത് നല്ല വണ്ണം അണുവിമുക്തമാക്കിയാൽ വലിയ കുഴപ്പമില്ല എന്ന് എക്സ്പേർട്സ് പറയുന്നുമുണ്ട്. അതുപോലെ ഈ പറയുന്ന ഫണ്ടില്ലായ്മയുടെ അല്ലെങ്കിൽ അനുബന്ധ ഉപകരണങ്ങൾ വാങ്ങാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പാവപ്പെട്ട രോഗികൾക്ക് എങ്ങനെയാണ് അത് അഫോർഡ് ചെയ്യാൻ പറ്റുക എന്നുള്ള വലിയ പ്രശ്നമുണ്ട്. അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്യണ്ടേ സർക്കാരിന്റെ ആലോചന? അതല്ലാതെ ഇത് ചൂണ്ടിക്കാണിച്ച ആള് ഞങ്ങളെ മോശക്കാരനാക്കിയോ എന്നുള്ള മട്ടിലാവണമോ ചർച്ച? അഭിലാഷ്, ഇവിടെ കുറേയേറെ കാര്യങ്ങൾ വന്നതുകൊണ്ട് സ്വാഭാവികമായും താങ്കൾ എനിക്ക് അതിനനുസരിച്ച് സമയം തരും, ന്യായമായും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ശരി. ഒന്ന്, ഇവിടെ ജ്യോതികുമാറിൻ്റെയും അതുപോലെ തന്നെ BJP-യുടെ പ്രതിനിധിയുടെയൊക്കെ ശ്രീ ശിവശങ്കറിൻ്റെയൊക്കെ ആർഗ്യുമെൻ്റ് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. ഒന്ന്, രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനമായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുക്കുന്നത് കേരളത്തെയാണ്. ആ സൗജന്യ ചികിത്സയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഇപ്പോൾ UDF-ൻ്റെ പ്രതിനിധിക്ക് എന്തും പറയാൻ വേണ്ടി കഴിയുന്നത് 9 വർഷം മുമ്പെയുള്ള കാര്യങ്ങൾ ജനങ്ങൾ മറന്നുപോയിരിക്കും എന്നതുകൊണ്ടാണ്. എന്നാൽ വസ്തുതകൾ രേഖാപരമായി പരിശോധിച്ചാൽ ഇപ്പോൾ UDF-ൻ്റെ കാലത്ത് സൗജന്യ ചികിത്സ 2011-12 139 കോടി, പിന്നെ തുടർന്നുള്ള വർഷം 181 കോടി, 108.49 കോടി, 121 കോടി, 141 കോടി, ഇതെല്ലാമാണ് സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചത്. 5 വർഷം ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചത് 663.49 കോടിയാണ്. 2021-22 വർഷത്തിൽ ഈ ഗവൺമെൻറ് ചെലവഴിച്ചത് 1424.46 കോടിയാണ്. 2022-23 ചെലവഴിച്ചത് 1478 കോടിയാണ്. 2023-24 കാലഘട്ടത്തിൽ 1498.5 കോടി രൂപയാണ്. എന്ന് പറഞ്ഞാൽ, അതായത് ഒരു വർഷം ചെലവഴിച്ചതിൻ്റെ പകുതി പോലും ഈ വർഷം, ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം സൗജന്യ ചികിത്സയ്ക്കായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ചെലവഴിച്ചതിൻ്റെ പകുതി പോലും 5 വർഷം കൊണ്ട് സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി UDF ഗവൺമെൻറ് കാലത്ത് ചെലവഴിച്ചിട്ടില്ല എന്നുള്ളത് കണക്കുകൾ വെച്ച് നോക്കിയാൽ മനസ്സിലാകും. UDF ഭരണകാലത്ത് സൗജന്യ ചികിത്സ ലഭിച്ച കുടുംബങ്ങളുടെ എണ്ണം 28.1 ആയിരുന്നു.
എന്നാൽ LDF ഗവൺമെൻറ് കാലത്ത് സൗജന്യ ചികിത്സ ലഭിച്ച കുടുംബങ്ങളുടെ എണ്ണം 42.5 ഇവിടെ ഇതിൻ്റെ ഭാഗമായ ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. മാതൃമരണ നിരക്ക് UDFൻ്റെ കാലത്ത് 43 ഇപ്പോൾ അത് 16 കുറഞ്ഞു. ശിശുമരണ നിരക്ക് UDFൻ്റെ കാലത്ത് 12 അത് പകുതിയായി 6 കുറഞ്ഞു. ഇതെല്ലാം ഇവിടെയുണ്ടായ മാറ്റമാണ്. ഇവിടെയുണ്ടായ അടിസ്ഥാന സൗകര്യത്തിൻ്റെ മുന്നേറ്റം ജനങ്ങളുടെ മുന്നിൽ മറച്ചു കാണിക്കാൻ വേണ്ടി കഴിയുമോ? കിഫ്ബിയിലൂടെ മാത്രം 700 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് അടിസ്ഥാന വികസനത്തിന് നേതൃത്വം കൊടുത്തു. ഇത് കേരളത്തിലെ ആശുപത്രികളിലാണ്. പിന്നെ അതിൻ്റെ ഭാഗമായി പലതും ഡയാലിസിസ് സെൻ്ററുകളുടെ കാര്യത്തിൽ കേരളത്തിൽ സർക്കാർ മേഖലയിൽ 8 സെൻ്ററുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ 107 ഡയാലിസിസ് സെൻ്ററുകളായി മാറി. സർക്കാർ ആശുപത്രികളിൽ എത്തിയിരുന്ന OPയിലെത്തിയിരുന്ന ആളുകളുടെ എണ്ണം UDFൻ്റെ 2015-16 കാലഘട്ടത്തിൽ പരിശോധിച്ചാൽ 8.3 കോടി ആളുകളായിരുന്നു. ഇപ്പോൾ അത് 13.5 കോടിയായി വർദ്ധിച്ചിരിക്കുന്നു. ഈ വർഷത്തെ ഏറ്റവും ഒടുവിലത്തെ കണക്കെടുത്ത് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഓരോ മേഖലയിലായാലും രാജ്യാന്തരമായ മുന്നേറ്റം കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്കുണ്ടായിട്ടുണ്ട്. നിപ്പ രോഗബാധിത ലോകത്തിൻ്റെ മുന്നിൽ ഏതാണ്ട് 90% മരണസാധ്യതയുള്ള മരണനിരക്കുള്ള രോഗമാണ്. കേരളത്തിൽ അത് 33% മാത്രമാണ്. അമീബിക് ജ്വരം വന്നാൽ ലോകത്തിൻ്റെ മുന്നിൽ 98% മരണനിരക്ക് എന്ന് പറയുന്നത്. എന്നാൽ കേരളം കേവലം 23% മാത്രമാണ്. ഇങ്ങനെ ഒരുപാട് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന പോലും പല കാര്യത്തിലും പാലിയേറ്റീവ് കെയറിൻ്റെ കാര്യത്തിൽ ലോകാരോഗ്യ സംഘടന കേരളത്തിലെ പ്രവർത്തനങ്ങളെ പ്രശംസിക്കുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇത്തരം മുന്നേറ്റങ്ങളെയെല്ലാം മറച്ചു വെക്കാനാണ് ശ്രമിക്കുന്നത്. മറ്റൊന്ന്, ഇവിടെ ബജറ്റ് വിഹിതത്തെക്കുറിച്ചും തെറ്റായ കണക്കുകൾ അവതരിപ്പിക്കുകയാണ്. ഇവിടെ ബജറ്റ് വിഹിതം പരിശോധിച്ചാലും ഇപ്പോൾ 2021-22 കാലഘട്ടത്തിൽ ബജറ്റ് വിഹിതത്തിനേക്കാൾ 137% ചെലവഴിച്ചു. ആ കാലഘട്ടത്തിൽ കോവിഡിൻ്റെതുൾപ്പെടെയുള്ള പ്രശ്നമുള്ളതുകൊണ്ട് അധികമായി 3095 കോടി രൂപ ചെലവഴിച്ചു. 2022-23 കാലഘട്ടത്തിൽ 103% ചെലവഴിച്ചത്. 250 കോടി വകയിരുത്തിയതിനേക്കാൾ കൂടുതൽ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായി. 2024-25 നോക്കിയാൽ അത് 103 കോടി തന്നെയാണ്. 327 കോടി രൂപ അധികം വകയിരുത്തിയതിനേക്കാൾ കൂടുതൽ ചെലവഴിക്കുകയുണ്ടായി. വകയിരുത്തൽ പരിശോധിച്ചാൽ 2024-25 വകയിരുത്തൽ 9667 കോടി രൂപയാണ്. അനുവദിച്ചത് 9994 കോടി രൂപയാണ്. ഇതെല്ലാം നമ്മൾ കാണേണ്ടതുണ്ട്. ഈ വസ്തുതകളെയെല്ലാം കണക്കുകളെയെല്ലാം മറച്ചു വെച്ചുകൊണ്ട് തെറ്റായ കണക്ക് അവതരിപ്പിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് പ്രതിനിധിയായി BJPയുടെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന ശ്രീ ശിവശങ്കർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇങ്ങോട്ട് തരാനുള്ള പണം പോലും തരുന്നില്ലല്ലോ. ഇപ്പോൾ കേരളത്തിന് ന്യായമായും ലഭിക്കേണ്ട കേന്ദ്ര വിഹിതം തടഞ്ഞു വെച്ചത് 538.14 കോടി രൂപയാണ്. NHM മുഖേന 60% സംസ്ഥാന സർക്കാർ, 40% കേന്ദ്ര സർക്കാർ എന്നത് തരുന്നില്ല. ഇവിടെ ബ്രാൻഡിങ് ഉൾപ്പെടെ ഇത് ആശുപത്രികളുടെ മുകളിലൊക്കെ മോദിയുടെ ചിത്രം പതിക്കണം, ബ്രാൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതുൾപ്പെടെ ചെയ്തിട്ടാണ് ഇത് തരാത്തത്. 826.02 കോടി രൂപ തരേണ്ടതിൽ 2 ഘട്ടമായി 189.5 കോടിയും അതുപോലെ തന്നെ 98 അല്ല തടസ്സപ്പെടുത്തണ്ട. അതായത് ഈ ലോഗോ വെച്ചതിന് ആയുഷ്മാൻ ഭാരത് മാനദണ്ഡങ്ങൾ പാലിച്ചതിന് പറയട്ടെ ഈ ബ്രാൻഡ് ചെയ്തതിന് ശേഷവും പണം കിട്ടാൻ ബാക്കിയുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ്. 98.74 കോടി രൂപ ഇതെല്ലാം കഴിച്ച് 538.14 കോടി രൂപ ഇപ്പോഴും കിട്ടാൻ ബാക്കിയാണ്. ആരോഗ്യ മേഖലയിൽ രാജ്യത്തിന് അഭിമാനകരമായി മുന്നേറുന്ന കേരളത്തിന് ഒരു എയിംസ് അനുവദിക്കാൻ ഇവർക്ക് സാധ്യമാണോ? സ്ഥലം ഉൾപ്പെടെ എടുത്തു നൽകി കൃത്യമായി അതിനാവശ്യമായ സ്ഥലം ഉൾപ്പെടെ കിനാലൂരിൽ കൃത്യമായി എടുത്തു നൽകി സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് പോലും അനുവദിക്കുന്നില്ലല്ലോ. ദുഷ്ടതാപരമായ സമീപനം കേരളത്തിലെ ജനങ്ങളോട് സ്വീകരിക്കുക, ഒരു എയിംസ് പോലും അനുവദിക്കാതിരിക്കുക, എന്നിട്ട് ഇവിടെ വന്നിട്ട് വാചാലമായി സംസാരിക്കുക എന്നുള്ള നമ്മൾ കാണേണ്ടതുണ്ട്. പിന്നെ ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ UDFൻ്റെ കാലത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കണോ ശ്രീ ചാമക്കാല? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അന്ന് UDF ആന്റണി ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് കേരള ഗവർണറായിട്ടുള്ള സിക്കന്ദർ ഭക്ത് അദ്ദേഹം മരിച്ചുപോയി. തിരുവനന്തപുരം ആശുപത്രിയിൽ വെച്ചാൽ, ഗവൺമെൻറ് ആശുപത്രി മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബം ആരോപിച്ചത് ആശുപത്രിയിലെ അപര്യാപ്തം മൂലം അണുബാധയുണ്ടായിട്ടാണ് മരിച്ചതെന്നാണ്. ആരോഗ്യമന്ത്രിയായിരുന്ന ശ്രീ P. ശങ്കരൻ അദ്ദേഹം ഒരിക്കൽ അപകടത്തിൽപ്പെട്ട് അപ്രതീക്ഷിതമായി ആശുപത്രിയിലെത്തിയപ്പോൾ കരഞ്ഞ് നിലവിളിച്ചിട്ടാണ് സൗകര്യങ്ങൾ ലഭിച്ചത് എന്ന് അദ്ദേഹം തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സ്വകാര്യ ലോബിയെ സഹായിക്കാൻ വേണ്ടി മരുന്നുകൾ ആശുപത്രിയുടെ ടോയ്ലറ്റിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചത് നമ്മുടെ വീഡിയോ ഉൾപ്പെടെ ഇന്ന് അവൈലബിൾ ആണ്. ഒരു കാര്യം ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ,
ഇത്തരം ചർച്ചകൾ ഉയർന്നു വരുന്നതിനെ ഞങ്ങൾ പോസിറ്റീവായി കാണുന്നു. കാരണം 9 വർഷം മുമ്പെയുള്ള കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ പലതും മറന്നുപോയിട്ടുണ്ട്. അത് ആരോഗ്യ മേഖലയിൽ അന്ന് ധർമാശുപത്രി എന്നാണ് വിശേഷിപ്പിക്കുക. അന്ന് നമ്മുടെ PSCകളിൽ പോയാൽ അവിടെ ഡോക്ടറുമില്ല, മരുന്നുമില്ലാത്ത സംവിധാനമാണ്. 2-3 PSCക്ക് ഒരു ഡോക്ടർക്ക് ചുമതലയാണ്. വല്ലപ്പോഴും വന്നാലായി. അതാണ് FSCകളായി ഫാമിലി ഹെൽത്ത് സെൻ്ററുകളായി മാറ്റിയിട്ട് ഇപ്പോൾ അവിടെ മുഴുവൻ സമയം ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്നു. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ 885 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി PSCകളെ ഉയർത്തി. അവിടെ 3 ഡോക്ടർമാരുടെ മുഴുവൻ സമയ സേവനം, ഫാർമസി, ലബോറട്ടറി, മുഴുവൻ സംവിധാനങ്ങളും UDFന് സ്വപ്നം കാണാൻ വേണ്ടി കഴിയുമോ? ആ ധർമാശുപത്രിയിൽ നിന്ന് കേരളത്തിലെ ആശുപത്രികൾക്കുണ്ടായ മാറ്റം പറയട്ടെ, ഒന്നുകൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. അല്ല, സുദീർഘമല്ല, ഞാൻ തീർത്ത കാര്യങ്ങൾ പറയുന്നില്ല. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ആശുപത്രിയിൽ ഡോക്ടർമാരില്ല, നിയമനം നടക്കുന്നില്ല എന്നുള്ളതൊക്കെ തസ്തികകൾ വെട്ടിക്കുറയ്ക്കുന്ന ഒരു കാലമായിരുന്നു UDFന്റെ കാലം. പൊതു തസ്തികകൾ 30,000-ലധികം തസ്തികകൾ വെട്ടിക്കുറച്ചതാണെങ്കിൽ ആരോഗ്യ മേഖലയിൽ ഈ 2ാം പിണറായി സർക്കാർ മാത്രം 770 തസ്തികകളാണ് പുതുതായി സൃഷ്ടിച്ചത്. പല മേഖലയിലും മുന്നേറ്റമുണ്ടായി. ഇപ്പോൾ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇന്ത്യയിൽ ആദ്യമായി ജില്ലാ ആശുപത്രികളിൽ, സർക്കാർ ആശുപത്രികളിൽ നടക്കുന്ന സംസ്ഥാനം കേരളമാണ്. കാർഡിയോളജി രംഗത്ത്, ക്യാൻസർ രംഗത്ത് മറ്റ് ആശുപത്രികളെ വെല്ലും നിലയിലേക്ക് കേരളത്തിലെ പൊതു ആരോഗ്യ ശൃംഖല മാറി. കരൾ മാറ്റിവെക്കൽ രാജ്യത്ത് ആദ്യമായി ജില്ലാ ആശുപത്രികളിലും ഗവൺമെന്റ് ആശുപത്രികളിലും നടത്തുന്ന സംസ്ഥാനം കേരളമാണ്. അതുകൊണ്ടാണ് സ്വാഭാവികമായും നേരത്തെ ഡോക്ടർ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ മികച്ച ചികിത്സ ലഭിക്കുന്നുണ്ട്. രോഗികളുടെ എണ്ണം നല്ലവണ്ണം കേരളത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. സർക്കാർ ആശുപത്രികളിലേക്ക് വരുന്ന രോഗികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇനിയും മുന്നേറണം എന്നുള്ളത് തന്നെയാണ് താല്പര്യം. ഞങ്ങൾ പറഞ്ഞത് LDF വരും, എല്ലാം ശരിയാകുമെന്നാണ്. ഞങ്ങളോട് ആരും ചോദിച്ചിട്ടില്ല എന്താണ് ശരിയായത് എന്ന്. ഞങ്ങൾക്ക് തുടർഭരണം എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഇതായിരുന്നു. അതാണ് ഇവർ തകർത്തതിനെ ശരിയാക്കാനാണ് ആർദ്രം പദ്ധതി കൊണ്ടുവന്നത്. ആ പദ്ധതിയിലൂടെ മുന്നോട്ട് പോയി. പിന്നീട് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങളോട് ആരും ചോദിച്ചിട്ടില്ല എന്താണ് നിങ്ങൾ ശരിയാക്കിയതെന്ന്. ശരിയായി എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് 91 സീറ്റിൽ നിന്ന് 98 സീറ്റ് നേടിക്കൊണ്ട് വീണ്ടും മാനദണ്ഡമാകുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഇപ്പോൾ സജീഷ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ തെരഞ്ഞെടുപ്പ് വിജയമല്ല മാനദണ്ഡമായി പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് ഇവർ തകർത്തൊരു കേരളത്തെ ജനങ്ങൾ മറന്നുപോയി എന്ന് കരുതരുത്. ആരോഗ്യ മേഖല 57 കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയിരുന്നല്ലോ. അതിനാണല്ലോ അന്നത്തെ ഡയാലിസിസ് സെന്റർ ഉണ്ട്. ഞങ്ങളുടെ കാലത്ത് അന്നത്തെ KPCC പ്രസിഡന്റായിരുന്ന സുധീരൻ പറഞ്ഞത് താങ്കൾക്ക് ഉൾപ്പെടെ ഓർമ്മയുണ്ടാവുമല്ലോ. സുധീരൻ എന്താണ് സ്വാഭാവികമായ മുന്നേറ്റമല്ല. തകർന്നടിഞ്ഞ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ ഇന്ത്യയിലെ 1ാം സ്ഥാനത്തെത്തിക്കുകയും ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന രീതിയിൽ അന്താരാഷ്ട്രവും ദേശീയവുമായ 30ഓളം പുരസ്കാരങ്ങൾ നേടുകയും ഇപ്പൊ നേരത്തെ ഇവിടെ അദ്ദേഹം സൂചിപ്പിക്കുമ്പോ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെ ICMR അല്ലല്ല പറയട്ടെ, കേരളം തന്നെയാണ് മുമ്പിൽ. താങ്കൾ ഇപ്പൊ 10 മിനിറ്റിൽ കൂടുതൽ സംസാരിച്ചു. ഇതിൽ കൂടുതൽ ഒരു വാചകം പറയട്ടെ. ഒരു വാചകം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. തീർച്ചയായും അദ്ദേഹം ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ഉൾപ്പെടെ പറയുകയാണ് BJP പ്രതിനിധി. ICMR മോഡലായി തെരഞ്ഞെടുക്കപ്പെട്ട ഡിപ്പാർട്ട്മെന്റാണ് തിരുവനന്തപുരത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ICMRന്റെ മോഡലാണ്. അത് മാത്രമല്ല, ന്യൂറോളജിയുടെ കാര്യത്തിൽ ഏറ്റവും മികച്ച സ്ട്രോക്ക് യൂണിറ്റായി തെരഞ്ഞെടുക്കുന്നത് കേരളത്തിലെ ഇവിടെയുള്ള യൂണിറ്റുകൾ തന്നെയാണ്. അതുപോലെ തന്നെ SIT രാജ്യത്തിലെ മികച്ച 10 എണ്ണം എടുത്താൽ ഒന്ന് കേരളമാണ്. ഇങ്ങനെ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ രാജ്യത്തെ മികച്ച 100 എണ്ണം എടുത്താൽ അതിൽ ആദ്യത്തേത് വരുന്നത് കേരളത്തെ സംബന്ധിച്ച് ആരോഗ്യ സംരക്ഷണത്തിന്റെ ഒരു വലിയ മാതൃകയും ലെഗസിയും അതെല്ലാം അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. സജീഷ് 11 മിനിറ്റ് താങ്കൾ സംസാരിച്ചു. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഡയറക്റ്റ് ആയിട്ട് നോക്കൂ, തകർന്നു കിടന്നിരുന്ന ആരോഗ്യ രംഗത്തെ മെച്ചപ്പെടുത്തി എന്നുള്ളതാണ് LDFന്റെ പോയിന്റ്. ഇപ്പോൾ കഴിഞ്ഞ 10 കൊല്ലം ഒന്നും സംഭവിച്ചില്ല എന്ന് നിങ്ങൾക്കും വാദിക്കാൻ കഴിയില്ല. ധാരാളം കാര്യങ്ങൾ, അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ആ സ്റ്റാറ്റിസ്റ്റിക്സ് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ അത് ഓരോന്നായി ആപ്പിൾ ടു ആപ്പിൾ കമ്പയർ ചെയ്യുന്നുമില്ല. എന്തിനാണ് കേരളത്തിന്റെ പൊതുജനാരോഗ്യ രംഗത്തെ മുഴുവനായും ഈ ഒരു വിഷയത്തിന്റെ പേരിൽ താറടിച്ച് കാണിക്കുന്നത് എന്നുള്ളതാണ് അപ്പുറത്തു നിന്നുള്ള ചോദ്യം.
അദ്ദേഹം പറഞ്ഞു ബഡ്ജറ്റ് വിഹിതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ അദ്ദേഹം പറഞ്ഞതിന് മാത്രമേ മറുപടി പറയുന്നുള്ളൂ. 10 മിനിറ്റ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. ബഡ്ജറ്റ് വിഹിതത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ബഡ്ജറ്റ് വിഹിതത്തിന് റെഫറൻസായി ഉപയോഗിച്ചത് ഇപ്പോഴത്തെ മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റും കണ്ണൂരിൽ നിന്നുള്ള MLA-യുമായ ശ്രീ സണ്ണി ജോസഫിന് കൊടുത്ത മറുപടിയാണ് ഞാൻ വായിച്ചത്. അത് എന്താ അദ്ദേഹം പറയുന്നത്, തെറ്റായ കണക്കുകൾ. അങ്ങനെ തെറ്റായ കണക്ക് നിയമസഭയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സംസ്ഥാനത്തിൻ്റെ ആരോഗ്യമന്ത്രി കൊടുത്ത കണക്കിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ഇനി ഞാൻ മുമ്പ് പറഞ്ഞു ബഡ്ജറ്റിലെ വെട്ടിക്കുറവിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. തിരുവനന്തപുരത്തും മലബാറിലും കൊച്ചിയിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളതാണ്. ഈ 3 ക്യാൻസർ സെന്ററുകളിലേക്ക് ഉള്ള ബഡ്ജറ്റ് അലോക്കേഷൻ 50% വെട്ടിക്കുറച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? നിഷേധിക്കാൻ കഴിയുമോ? അതിൻ്റെ കണക്കുകൾ വേണോ? ഞാൻ അയച്ചു തരാം. ഇനി അദ്ദേഹം പറഞ്ഞ വലിയൊരു കണക്ക് താങ്കൾ ശ്രദ്ധിക്കണം അഭിലാഷേ. അദ്ദേഹം പറഞ്ഞ എന്താ, OP-യിൽ കഴിഞ്ഞ 9.5 വർഷം കൊണ്ട് 8.3 കോടി രൂപയിൽ നിന്നും 8.3 കോടി പേഷ്യൻസിൽ നിന്നും 13.5 കോടി പേഷ്യൻസായി കൂടി. അദ്ദേഹം പറഞ്ഞ കണക്കാണല്ലോ. എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു, ഞങ്ങൾ 770 തസ്തികകൾ കഴിഞ്ഞ 9.5 വർഷത്തിനിടയ്ക്ക് സൃഷ്ടിച്ചു എന്നാണ്. 770. എത്ര രോഗികളുടെ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്? എത്ര രോഗിയുടെ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞ കണക്കാണ്. ഇനി ആ രോഗികൾ എല്ലാവരും ഇതാ സർക്കാർ സംവിധാനം മെച്ചമായതുകൊണ്ടാണ് ഇവരെല്ലാം ഇങ്ങോട്ട് ഞാൻ സംസാരിക്കട്ടെ, ഇങ്ങോട്ടേക്ക് വരുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു അവകാശവാദം. ഇവിടെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചറിനെ കുറിച്ചൊക്കെ ശ്രീ ശിവശങ്കർ പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഉണ്ടാകുന്നത് കേരളത്തിലാണ്. ആവറേജ് 7,889 രൂപ. ഇനി സ്വന്തം കയ്യിൽ നിന്നും സ്വന്തം കീശയിൽ നിന്നും പൈസ മുടക്കി ആരോഗ്യരംഗത്തെ ഡോക്ടർമാരെ ചികിത്സിക്കാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരുന്നവരുടെ എണ്ണം ഈ സംസ്ഥാനത്ത് എത്രയാണെന്ന് അറിയാമോ? 68%. വെറും 32% ആളുകൾക്ക് മാത്രമാണ് സർക്കാർ സംവിധാനത്തിലൂടെ ആരോഗ്യരംഗത്ത് നിന്ന് ചികിത്സ ലഭിക്കുന്നതെന്ന് ഔദ്യോഗികമായ കണക്കുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഈ വാദഗതികൾ ഈ ഗീർവാണം വിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്ന കണക്കുകൾ എവിടെയെങ്കിലും തർക്കമുണ്ടെങ്കിൽ അഭിലാഷിന് ഇടപെടാം. ഔദ്യോഗികമായ കണക്കുകൾ ശരി, ഞാൻ സംസാരിക്കട്ടെ. താങ്കൾ പറഞ്ഞ വിവരക്കേട് ഞാൻ കേട്ടോണ്ടിരുന്നല്ലേ? ഞാൻ പറയുന്ന കണക്കുകൾ അങ്ങോട്ട് കേൾക്ക്. ഞാൻ പറയുന്നത് ഔദ്യോഗികമായ എന്തെങ്കിലും ഡോക്യുമെന്റിന്റെ പിൻബലത്തിൽ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. നിഷേധിക്കാൻ കഴിയുമോ? എന്റെ അഭിപ്രായം അങ്ങനെയാണ്. എന്റെ അഭിപ്രായം താങ്കളുടേത് വിവരക്കേടാണെന്നാണ്. കാരണം താങ്കൾ അതിന് ഞാൻ ഉത്തമ ഉദാഹരണമായി പറയുന്നത്, ഞാൻ എന്താ പറയുന്നത്, തെറ്റായ കണക്കുകൾ പറയുന്നതാണ്. ഞാൻ കേരള നിയമസഭയിൽ പറഞ്ഞ കണക്കുകൾ തെറ്റാണെന്ന് താങ്കൾക്ക് തോന്നിയാൽ താങ്കൾ പറയുന്ന വിവരക്കേടെന്ന് ഞാൻ പറയും. അത് പറയാൻ ബാധ്യത എനിക്കുണ്ട്. ഇനി താങ്കൾ പറഞ്ഞു പി ശങ്കരനെ കുറിച്ച്, സിക്കന്ദർ ഭക്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു പോകണമല്ലോ. സിക്കന്ദർ ഭക്ത് കേരളത്തിലെ ഗവർണറായിരിക്കുമ്പോൾ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഞാൻ അന്ന് മെഡിക്കൽ കോളേജ് വിവരക്കേട് പറയാൻ നിർത്ത്. താങ്കൾ 11 മണിക്കൂർ കളിച്ചില്ലേ? അവിടെ ഇരിക്കുക, ക്ഷീണം കാണും, ചിലരിക്കുക. ഇവിടെ നോക്കൂ, ഇവിടെ സിക്കന്ദർ ഭക്ത് മരിച്ചതുമായി ബന്ധപ്പെട്ട് അന്ന് ആരോഗ്യമന്ത്രി ശ്രീ കടവൂർ ശിവദാസനായിരുന്നു. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആ കുടുംബത്തിൽപ്പെട്ട ആരും പരാതി പറഞ്ഞിട്ടില്ല. നീ താങ്കൾ പറഞ്ഞു പി ശങ്കരൻ അദ്ദേഹം നിലവിളിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് കിട്ടിയെന്ന്. അത് ഓർത്തതുകൊണ്ടാണോ നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ അമേരിക്കയിൽ പോയിക്കൊണ്ടിരിക്കുന്ന മുട്ടിന്? അങ്ങനെയൊന്നും പറഞ്ഞു പോകരുത്. നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോഴും മുട്ടിന് പോകുന്നത് എവിടെയാ? അമേരിക്കയിലേക്കല്ലേ? ഇത്രയും വലിയ മെച്ചമുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് നിങ്ങൾ പോകുന്നത്? ഞങ്ങൾ പോകാറുണ്ട്. ഞങ്ങൾക്കറിയാം ഈ ഇന്ത്യയിൽ കമ്പാരിറ്റീവ്ലി കേരള സംസ്ഥാനമാണ് ആരോഗ്യരംഗത്ത് 1ാം സ്ഥാനത്തെന്നുള്ളത്. ഇപ്പം പിണറായി വിജയൻ വന്നതിന് ശേഷമോ വീണ ജോർജ് വന്നതിന് ശേഷം ഉണ്ടായതല്ല, കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാ. പരാതികളും പരിഭവങ്ങളും പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. അഭിലാഷിന് അറിയാമോ? കണ്ണേ മടങ്ങുക മാതൃഭൂമി പത്രത്തിലാണ് വന്നിട്ടുള്ളത്. ശ്രീ EK നായനാരുടെ കാലത്ത് ഓർമ്മയുണ്ടോ ആ പടം? തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലെ 9ാം വാർഡിലെ ഒരു പിക്ചർ വന്നിരുന്നു. താങ്കൾ ഓർമ്മയുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോഴും ഈ ആരോഗ്യരംഗത്തെ ഇപ്പൊ തകർത്തുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. ഇനി അദ്ദേഹം പറഞ്ഞ ഒരു കണക്ക് കൂടി, മരണനിരക്ക് കുറഞ്ഞു. ശരിയാണ്. ഇന്ത്യയിൽ മരണനിരക്ക് 2015 അപേക്ഷിച്ച് 130-ൽ നിന്ന് 90 കുറഞ്ഞിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളും കുറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കേരളത്തിലും കുറഞ്ഞിട്ടുണ്ട്. പിന്നെ പല കാര്യങ്ങളും പല കണക്കുകളിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇല്ലാത്തതുകൊണ്ട് സീറോ, UDF-ന്റെ കാലത്ത് സീറോ അടിച്ചു വിടുക. മന്ത്രി, വിവരം കെട്ട മന്ത്രി, സീറോ എന്ന് അടിച്ചു വിടുക. അങ്ങനെ ആയിരുന്നോ കേരളത്തിൽ എല്ലാ സ്ഥാനത്തും 1ാം സ്ഥാനത്തായിരുന്നു. എല്ലാ ഇൻഡെക്സിലും 1ാം സ്ഥാനത്തായിരുന്നു. അങ്ങനെ ആകണം. അതിനകത്തൊരു തർക്കവും വേണ്ട, ഞങ്ങൾക്കാർക്കും തർക്കവുമില്ല. ഇവിടെ ഓരോ കാര്യത്തെ സംബന്ധിച്ചും കാരുണ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മരുന്ന് കമ്പനികൾക്ക് ഇപ്പോഴും നിങ്ങൾ കൊടുക്കാനില്ലേ 693 കോടി രൂപ? കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് കോർപ്പറേഷൻ ഇല്ലേ? എന്തിനാ ഉണ്ടാക്കിയിരിക്കുന്നത്? മരുന്ന് സംഭരണത്തിനല്ലേ? ഇത്തരത്തിലുള്ള പ്രൊക്വയർമെന്റ് വേണ്ടിയല്ലേ? ഇൻസ്ട്രുമെന്റ്സ് വാങ്ങാനല്ലേ? എന്തേ ഇപ്പോഴത്തെ ഈ ഡോക്ടർ പറയേണ്ടി വന്നു, ഞാൻ 7 മാസം മുമ്പ് കൊടുത്ത പരാതി അതിന്റെ കോപ്പി ഇപ്പോഴും എൻ്റെ ഉണ്ടെന്ന്, എന്നിട്ട് കണക്കുമായിട്ട് വന്നിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇത്തരത്തിൽ മരുന്ന് സംഭരണവുമായി ബന്ധപ്പെട്ടായാലും ഏത് രംഗത്തെടുത്താലും ഇവരെ സംബന്ധിച്ച് പൊതു ആരോഗ്യ രംഗത്ത് 1ാം സ്ഥാനത്താണ്. സൗജന്യ ചികിത്സയിൽ 1ാം സ്ഥാനത്തെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു സഹോദര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ പറയുന്നു 8 കോടിയിൽ നിന്നും 13 കോടിയിലേക്ക് കഴിഞ്ഞ 9 വർഷം കൊണ്ട് പേഷ്യൻസ് ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തുന്നവർ കൂടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കണക്ക് തന്നെ മന്ത്രി പറയുന്നുണ്ട് ഇരട്ടിയായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഇത്രയും പേഷ്യൻസ് വരുന്നത്?
അവിടെ താഴോട്ടുള്ള ജില്ലാ ആശുപത്രിയിലോ താലൂക്ക് ആശുപത്രിയിലോ പ്രൈമറി ഹെൽത്ത് സെന്ററിലോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലോ അതിൻ്റെയൊക്കെ പേര് അവർ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ അടിസ്ഥാനപരമായി കൊടുക്കേണ്ട ചികിത്സ പോലും കൊടുക്കാൻ കഴിയാത്തത് മൂലം അവരെ എല്ലാം റെഫർ ചെയ്യാണ് മെഡിക്കൽ കോളേജിലേക്ക്. മെഡിക്കൽ കോളേജിലേക്ക് പേഷ്യൻസിനെ റെഫർ ചെയ്യുന്നതിന് ഒരു അടിസ്ഥാനവുമില്ല. കാരണം താഴെ ഇരിക്കുന്ന ഡോക്ടർമാർക്ക് അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇതൊക്കെ നമ്മുടെ വസ്തുതയായിരിക്കെ ഞാനും അഭിലാഷും ഈ സജീഷിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഏത് വാർഡിലാണ് പേഷ്യൻസ് താഴെ കിടക്കാത്തത്? തറയിൽ കിടക്കുകയല്ലേ പായ വിരിച്ച്? ഇന്നും പത്രങ്ങളിൽ വന്നിട്ടില്ലേ ഫോട്ടോസ്? അപ്പോൾ 9.5 വർഷം, ഒരു പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ സർക്കാർ അധികാരത്തിൽ വന്നിട്ട്. ഈ ഒരു പതിറ്റാണ്ട് കൊണ്ട് പോലും നിങ്ങൾക്ക് ഇതുപോലും മാറ്റാൻ കഴിയാത്ത ഇത്രയേറെ നമുക്ക് എന്താ പറയുന്നത് നമ്മുടെ പിന്നെ സാക്ഷരത രംഗത്തും ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തൊക്കെ മുന്നോട്ട് പോയി എന്ന് പറയുന്ന സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും പായ വിരിച്ച് തറയിൽ കിടക്കേണ്ടി വരുന്ന സാഹചര്യം 10 വർഷം കഴിഞ്ഞ് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവശേഷിക്കുന്നുണ്ടെങ്കിൽ, അവിടെ മരുന്ന് കൊടുക്കാത്തതിന്റെ പേരിൽ, മരുന്ന് കൊടുക്കാൻ കഴിയാതിരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ അഭിലാഷ് ഒറ്റ മിനിറ്റ് അഭിലാഷേ, ഞാൻ അഭിലാഷിന് ഇപ്പോൾ ഒരു പിന്നെ മെഡിക്കൽ കോളേജിൽ മരുന്ന് മേടിച്ചു കൊടുത്ത ഒരു പിന്നെ ബില്ല് കൊണ്ടിട്ടിട്ടുണ്ട്. എന്നെ ഇന്ന് വിളിച്ച ഒരു പേഷ്യന്റ് ആണ്. ആ പേഷ്യന്റിനോട് പറഞ്ഞത് എന്റെ ബ്ലഡ് പരിശോധിക്കാനുള്ള സ്ട്രിപ്പ് വാങ്ങുന്നത് പോലും എന്നെ കൊണ്ടാണ് വാങ്ങിച്ചത്. അതിന്റെ ബില്ല് ഞാൻ അയച്ചു തരാം സാർ, ചർച്ചയ്ക്ക് പോകുന്നതിലൊന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ അഭിലാഷിന് ഇട്ടിട്ടുണ്ട്, അഭിലാഷിനെ കണ്ടാൽ മനസ്സിലാകും അത്. അപ്പോൾ മെഡിക്കൽ കോളേജിൽ പ്രാഥമികമായി ബ്ലഡ് പരിശോധിക്കുന്നതിനുള്ള സ്ട്രിപ്പ് പോലും പേഷ്യൻസിനെ കൊണ്ട് മേടിപ്പിക്കുക, അതിന്റെ ബില്ല് ഞാൻ അഭിലാഷിന് ഇട്ടിട്ടുണ്ട്. ഔദ്യോഗികമായി ആധികാരികമായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയും കുത്തഴിഞ്ഞ ഒരു സംവിധാനം, ആരോഗ്യ സംവിധാനം ഈ സംസ്ഥാനത്തുണ്ടാകുമ്പോൾ ഞങ്ങൾ 1-ാം സ്ഥാനത്താണ്, ഞങ്ങൾ മെച്ചപ്പെട്ടതാണ്, ദാ കണ്ടോ പിടിച്ചു കെട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിച്ചാൽ പറ്റുമോ? അപ്പോൾ ഈ സംസ്ഥാനത്തെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് സാമ്പത്തികമായ പിരിമുറുക്കം, സ്വകാര്യസ്ഥത, മിസ്മാനേജ്മെന്റ്, ഡോക്ടർമാരുടെ അഭാവം, അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെ അഭാവം, ഇതെല്ലാം ഇല്ല. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു രോഗമാണ് ക്യാൻസർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പതോളജി ഡിപ്പാർട്ട്മെന്റിൽ ക്യാൻസറിന്റെ ബയോപ്സി പരിശോധിക്കാൻ വേണ്ടി ഉറപ്പുവരുത്താൻ വേണ്ടി ബയോപ്സി എടുത്തു കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞിട്ട് പോലും അതിന്റെ റിസൾട്ട് കൊടുക്കാൻ കഴിയുന്നില്ല. അഭിലാഷേ, എന്നെ നിഷേധിക്കുമെങ്കിൽ നിഷേധിക്കട്ടെ. CT സ്കാൻ എടുത്താൽ CT സ്കാൻ എടുക്കാൻ പോകുന്നിടത്ത് ഏറ്റവും ചുരുങ്ങിയത് 6 മണിക്കൂർ വരെ ക്യൂ നിൽക്കേണ്ടി വരുന്നുണ്ട്. റിസൾട്ട് എപ്പോഴെങ്കിലും കിട്ടുന്നത് എന്തുകൊണ്ടാണ്? റേഡിയോ ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരുടെ അഭാവം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ കുറ്റമാണോ? തീർച്ചയായും ഞാൻ ഒരു മെഡിക്കൽ കോളേജിൽ ഒരുപാട് കാലതാമസമുണ്ട്, ശരിയാണ്. ഇതിനൊക്കെ സാധാരണ ഒരു മെഷീൻ ഉള്ളതേ. അതെ, ഒരുപാട് മെഡിക്കൽ കോളേജിൽ 6-7 കോടി രോഗികൾ വരുന്നിടത്ത് ഒരു മെഷീൻ വെച്ചുകൊണ്ട് എങ്ങനെ നടത്താൻ കഴിയാം? ഒരുപാട് കാലതാമസം, ഇതൊക്കെ പ്രശ്നമാണ്. ഞാൻ ഒരിക്കൽ കൂടി ഡോക്ടർ PS ഷാജഹാനിലേക്ക് പോകുന്നു. ഷാജഹാൻ, ശരിയാണ്, നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ക്രൗഡഡ് ആണ്, ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചിട്ടുണ്ട് സമീപകാലത്തെങ്കിലും. അത് തികയാത്തതാണോ പ്രശ്നം, അതോ രോഗികൾ യഥാർത്ഥത്തിൽ ഒരു റഫറൽ സെന്ററാണ് മെഡിക്കൽ കോളേജ്, എല്ലാ രോഗികളും മെഡിക്കൽ കോളേജിൽ വരേണ്ട ഒരു കാര്യവുമില്ല, പക്ഷേ ഈ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നില്ല? എന്താണ് ഇപ്പോൾ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ പ്രശ്നമായിട്ടൊരു ഡോക്ടർ, മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? മെഡിക്കൽ കോളേജിലെ പ്രധാന പ്രശ്നങ്ങൾ പറയുന്നത്, ഒന്ന്, റഫറൽ സിസ്റ്റം കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. റഫറൽ സിസ്റ്റം നന്നായി പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് മെഡിക്കൽ കോളേജിലെ തിരക്ക് കുറയ്ക്കാൻ പറ്റും. ഒപ്പം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് ചികിത്സ മാത്രമല്ല ജോലി എന്നുള്ളതാണ്. നല്ലൊരു പങ്ക് സമയവും ഞങ്ങളുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്, ഗവേഷണത്തിന് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്, പിന്നെ ചികിത്സയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒഴിവുകൾ കൃത്യമായി നികത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇന്ന് കേരളത്തിലെ എല്ലാ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും ഒഴിവുകളുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ ഒഴിവുകൾ കൃത്യമായിട്ട് നികത്തേണ്ടതൊരു വളരെ അത്യാവശ്യമായിട്ട് ഒരു കാര്യമാണ്. ഇപ്പോൾ എല്ലാ മെഡിക്കൽ കോളേജിലും നമുക്ക് എടുക്കുകയാണെങ്കിൽ പല മെഡിക്കൽ കോളേജുകളിലും പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും വേണ്ടത്ര ഡോക്ടർമാരില്ല. ഡോക്ടർമാർ ഉള്ളിടത്ത് തന്നെ നമ്മൾ പണ്ടത്തെ ഒരു സ്റ്റാഫ് പാറ്റേൺ വെച്ചാണ്, അതായത് ഈ രോഗാതുരതയൊക്കെ വളരെ കൂടിയ ഈ കാലഘട്ടത്തിന് അനുസൃതമായിട്ടല്ല, ദശകങ്ങൾക്ക് മുമ്പുള്ള ഒരു സ്റ്റാഫ് പാറ്റേൺ വെച്ചാണ് ഡോക്ടർമാരുടെ പിന്നെ തസ്തികകൾ നിർണ്ണയിച്ചിട്ടുള്ളത്. അതൊക്കെ മാറ്റേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഒപ്പം നമുക്ക് പിന്നെ ഈ റഫറൽ സിസ്റ്റം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഒഴിവുകൾ നികത്തുക, ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്തുക, പിന്നെ റഫറൽ സിസ്റ്റം കാര്യക്ഷമമായി പ്രവർത്തിക്കുക. ഇത് രണ്ടും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിനകത്ത് വേണ്ട നടപടി എടുക്കുക. അതിനുവേണ്ട നടപടികൾ വേണ്ടതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ കൃത്യമായിട്ടുള്ള ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടുണ്ട്. KGMCT അക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഡോക്ടർമാരുടെ തസ്തിക ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. 22 ഓർത്തോ വിഭാഗത്തിൽ 22 തസ്തികകൾ, ഡെർമറ്റോളജിയിൽ 17 തസ്തികകൾ ഡോക്ടർമാരുടേതാണ്. മന്ത്രിയോട് ചോദിക്കുമ്പോൾ കേസുണ്ട്,
കേസ് കാരണം അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം നടത്താൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് 44 ഗൈനക്കോളജി പോസ്റ്റുകൾ നമ്മുടെ മുഴുവൻ മെഡിക്കൽ കോളേജുകളിലുമായി ഒഴിഞ്ഞു കിടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ശ്രീ PR ശിവശങ്കർ, ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് ഫണ്ടിന്റെ അഭാവം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിൽ പോലും കഴിഞ്ഞ ബജറ്റിൽ 10,000 കോടിക്ക് മുകളിലുള്ള അലോക്കേഷൻ ആരോഗ്യ മേഖലയ്ക്കായിട്ടുണ്ട്. കഴിഞ്ഞ തവണ, അതായത് തൊട്ട് മുമ്പത്തെ സാമ്പത്തിക വർഷം അലോക്കേറ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ പണം കൊടുത്തിട്ടുമുണ്ട് എന്ന് ധനമന്ത്രി വിശദീകരിക്കുന്നുണ്ട്. അപ്പോഴും ഈ ഫണ്ടിന്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ കേന്ദ്രം ആയുഷ്മാൻ ഭാരത് മാനദണ്ഡം പാലിച്ചില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ച NHM ഫണ്ടിന്റെ കാര്യം ഇവിടെ നേരത്തെ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു CPM പ്രതിനിധി. ഇപ്പോൾ കേരളവും ഇന്ത്യയിൽ സഹായം ആവശ്യമുള്ള സംസ്ഥാനം തന്നെയാണ്, മറ്റു സംസ്ഥാനങ്ങൾ പോലെ തന്നെ എന്ന ഒരു ബോധ്യത്തിൽ അർഹമായ വിഹിതം കേരളത്തിൽ കൊടുക്കുക എന്നുള്ള കാര്യം കൂടി താങ്കൾ മറ്റു കാര്യങ്ങൾ പറയുമ്പോൾ അതുകൂടി വേണ്ടതല്ലേ? തീർച്ചയായിട്ടും അഭിലാഷ്, ഞാൻ ആ കണക്കിലേക്കൂടെ വരാം. ഒന്ന്, ശ്രീ സജീഷ് പറഞ്ഞ കണക്കുകളോട് ഞാൻ യോജിക്കുന്നു, അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം ഇത് രാജ്യാന്തര തലത്തിൽ തന്നെ നേരത്തെ ശ്രീ ജ്യോതിയും പറഞ്ഞതുപോലെ 2015-14 കാലഘട്ടത്തിൽ തന്നെ മാതൃ ശിശു മരണത്തിൻ്റെ കണക്ക് നമുക്കെടുത്താൽ മനസ്സിലാവും. ഇന്ത്യയിൽ 2014 130, 1 ലക്ഷം പേർക്ക് 130 മാതൃ മരണമാണ് സംഭവിച്ചെങ്കിൽ ഇന്ന് അത് 80 ആയി മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ സംസ്ഥാനത്തും അതുപോലെ കുറഞ്ഞിട്ടുണ്ട്. 2016 പിണറായി ഏറ്റെടുക്കുമ്പോൾ അത് 43 ആയിരുന്നു, ഇപ്പോൾ അത് 18 ആയിട്ടുണ്ട്. പക്ഷേ ഈ നവജാത ശിശുക്കളുടെ മരണത്തിൽ 2016 അത് 6 ആയിരുന്നു, ഇപ്പോഴും അത് 6 ആണ്. അത് കേന്ദ്രത്തിൽ 27 ആയിരുന്നത്, 1,27,027 ആയിരുന്നത് ഇപ്പോഴത് 17 ആയി കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ രാജ്യത്ത് തന്നെ ഇതിൻ്റെ കുറയുന്നുണ്ട്, അതിൻ്റെ ഭാഗമായി കേരളത്തിലും കുറയുന്നുണ്ട്. അത് കേരളത്തിൽ മാത്രം നടക്കുന്ന വലിയ ഒരു സംഭവ വികാസമോ അത്ഭുതമോ അല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കണം എന്നതുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ ഇപ്പോൾ അഭിലാഷ് പറഞ്ഞ ഒരു കണക്ക് NHMന്റെ ഫണ്ട് ഈ 7/2/2025 കുറച്ച് നാൾ മുമ്പ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷാണ് ഈ കാര്യങ്ങൾ അവിടെ ലോക്സഭയിൽ ഉന്നയിച്ചപ്പോൾ മറ്റ് CPMന്റെ MP-മാരും ഉണ്ടായിരുന്നു. അതിന് അവിടുത്തെ മന്ത്രി ശ്രീ പ്രതാപ് റാവു യാദവ് അദ്ദേഹം നൽകിയ മറുപടിയിലുണ്ട്, കൊടുത്ത പണത്തിന് ഏതാണ്ട് 913.25 കോടി രൂപ നൽകിയിട്ടുണ്ട്, ബാക്കിയുള്ളതിൻ്റെ കണക്കുകൾ നൽകിയിട്ടില്ല എന്നുള്ള ദീർഘമായ ഉത്തരവ് കേരളത്തിൻ്റെ മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളുടെ കൂടിയുള്ള ഒരു ഉത്തരവാണ് അന്ന് അദ്ദേഹം പാർലമെന്റിൽ നൽകിയത്. അന്ന് ഇവർക്കൊന്നും ശബ്ദമുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് അവർ അത്തരത്തിലുള്ള അല്ലെങ്കിൽ ബ്രിട്ടാസോ അല്ലെങ്കിൽ മറ്റുള്ള ജയിച്ചുപോയ MP-മാരെങ്കിലും അത് തെറ്റാണ് എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തുകയോ അല്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കുകയോ ചെയ്യാറുള്ളത്? അപ്പോൾ ഇവർ നൽകിയ കണക്കുകൾ നൽകുന്നു. NHM ആയാലും NRHM ആയാലും മറ്റുള്ള പല രീതിയിലും ഓരോ ജില്ലയിലും ഞാൻ മനസ്സിലാക്കുന്നത് 20ഓളം ഡോക്ടർമാരും അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫും അഡീഷണൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കുള്ള പണം വേറെ വരുന്നുണ്ട്, അവർക്കുള്ള ശമ്പളം വരുന്നുണ്ട്. ഇപ്പോൾ ഓരോ ജില്ലയിലും 1-2 കോടിയുടെ വലിയ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഇതെല്ലാം കേന്ദ്രം ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ടും സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ഭരണകൂടത്തിൻ്റെ കുഴപ്പങ്ങൾ, അതുപോലെ പർച്ചേസിലുള്ള ഈ കോംപ്ലിക്കേഷൻ കൊണ്ടാണ് ഈ ഡോക്ടർമാർക്കും അതുപോലെ തന്നെ CMOനും അതുപോലുള്ള ആളുകൾക്കും ഇത്തരത്തിലുള്ള ഉത്തരവ് നൽകാൻ പറ്റാത്തതും കൃത്യസമയത്ത് അവരുടെ മരുന്നുകൾ എത്തിക്കാൻ പറ്റാത്തതെന്നുള്ളതിന് ധാരാളം തെളിവുകൾ നമ്മളുടെ മുന്നിലില്ലേ? അപ്പോൾ ഭരണപരിഷ്കാരങ്ങളെ നടപ്പിലാക്കാതെ തങ്ങളുടെ ഒരു കാര്യവും കൂടി, ഈ കൊറോണ കാലഘട്ടത്തിൽ നടന്ന വലിയ തട്ടിപ്പുകളുടെ കഥ നമ്മളുടെ അടുത്തുണ്ട്. ആ കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെ നടന്ന വലിയ അഴിമതികളുടെ കൂടിക്കണക്കുകൾ ഇനിയും പുറത്തേക്ക് വരും. കേരളത്തിൽ തീർച്ചയായിട്ടും നമ്മൾ വർഷങ്ങളായി, അത് പിണറായി ഭരിക്കുമ്പോഴും ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴുമല്ല, അതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളം ആരോഗ്യ പരിചരണ രംഗത്ത് വളരെ മുന്നേറിയിട്ടുണ്ട്. അത് ഇത്രയേറെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് ബേർഡൻ വരാത്തത്. ശരി, ഇപ്പോൾ ഈ കൺസോളിഡേറ്റ് നമുക്ക് ഈ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നമെങ്കിൽ ഓഡിറ്റഡ് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഫോർ ഫിനാൻഷ്യൽ ഇയർ 2022-23 കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫോർ 2023-24 വിജയ് ഗോഖലെ IAS സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ നാഷണൽ ഹെൽത്ത് മിഷൻ കേരളയും അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹെൽത്ത് രാജൻ ഖോബ്രഗഡയും ഒപ്പിട്ട യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തതിന്റെ രേഖ എൻ്റെ കയ്യിലുണ്ട്. ഏതായാലും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് റിലീസ് ചെയ്യാനുള്ള തുക അതേക്കുറിച്ച് സൗരഭ് ജെയിൻ IAS ജോയിന്റ് സെക്രട്ടറി ഹെൽത്ത് കേരളത്തിന് ശേഷമുള്ള 7/2/2025 കണക്കാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ പറയുന്നത് ഈ 2023-24 ഫണ്ടാണ് കിട്ടാൻ ബാക്കിയുള്ളത് NHMന്റെ.
അതിൽ പറയുന്നത് സ്റ്റേറ്റ് കേരളത്തിലെ 2023-24 ഫണ്ട് which was unable to secure due to non-compliance of branding guidelines of ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാണ് പറയുന്നത്. നോൺ കംപ്ലയൻസ് ഓഫ് ആയുഷ്മാൻ കംപ്ലയൻസ് ഓഫ് ബ്രാൻഡിംഗ് ഗൈഡ്ലൈൻസ് ഫോർ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പറയുന്നത് 2023-24 ആ കാലയളവിലെ ഫണ്ടാണ് കിട്ടാനുള്ളത്. അതിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. പുതിയ 24-25 കാര്യമല്ല, ആ ഫണ്ട് അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് കിട്ടാനായിട്ട്. സ്വാഭാവികമായിട്ടും നിങ്ങൾ BJP-കാരും കൂടി സമ്മർദ്ദം ചെലുത്തി കിട്ടിയാൽ നല്ലതാണ്. ഒരു ഇടവേള ആവശ്യമുണ്ട്, ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ചർച്ച അവസാന ഘട്ടത്തിലാണ്. പക്ഷേ SK സജീഷ് ഇപ്പോൾ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞല്ലോ, ഇനി കണക്ക് പറയാനുള്ള സമയമില്ല. എനിക്ക് അറിയേണ്ട അവസാനത്തെ കാര്യം, ഒരു ഉത്തമ പൗരന്റെ കർത്തവ്യം നിറവേറ്റുകയാണ് ഡോക്ടർ ഹാരിസ് ചെയ്തത്. അദ്ദേഹം ഒരു വിസിൽ ബ്ലോവറായി വന്നു. ആ പ്രശ്നം തൽക്കാലത്തേക്കെങ്കിലും പരിഹരിക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തെ അംഗീകരിച്ചില്ലെങ്കിലും അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാതിരിക്കുക എന്നൊരു കാര്യം പ്രധാനമല്ലേ? കഫീൽ ഖാനെ ഉത്തർപ്രദേശ് സർക്കാർ ട്രീറ്റ് ചെയ്ത രീതിയെ വിമർശിക്കുകയും കഫീൽ ഖാനെ കേരളത്തിൽ കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുള്ള പ്രസ്ഥാനമാണല്ലോ നിങ്ങളുടേതും. അപ്പോൾ ആ ഡോക്ടർക്കെതിരെ, സത്യം പറഞ്ഞ ഡോക്ടർക്കെതിരെ നടപടി ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ആവശ്യമായി കാണാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അഭിലാഷ്, അതിന്റെ മുമ്പേ ഒരു കാര്യം പറയേണ്ടതുണ്ട്. ഇവിടെ വളരെ സമർത്ഥമായി ജ്യോതികുമാർ BJP-യെ സഹായിക്കാൻ വേണ്ടി നടത്തിയ ശ്രമം നമ്മൾ കാണേണ്ടതുണ്ട്. അതിലെ പൊള്ളത്തരം BJP എങ്ങനെയും കോൺഗ്രസ് എങ്ങനെയും BJP-യെ പരസ്പരം സഹായിച്ചു പോകുമെന്നത് ഈ ചർച്ചയിൽ തെളിയും. ഇപ്പോൾ അതിന് ഉത്തരം നൽകിയത് ശ്രീ ശിവശങ്കർ തന്നെയാണ്. അതായത് മാതൃമരണ നിരക്ക് മോദി അധികാരത്തിൽ വരുമ്പോൾ 130 അത് 90 എത്തിച്ചു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് കേരളത്തിലുണ്ടായത്. കേരളത്തിൽ 90 അല്ല, ഇന്ത്യയിൽ മാതൃമരണ നിരക്ക് 90 പേർ മരിക്കുമ്പോൾ കേരളത്തിൽ അത് വെറും 16 ചുരുക്കിയിട്ടുണ്ട്. അതാണ് ഇന്ത്യയും കേരളവും പരമ്പരാഗതമായി തന്നെ ദേശീയ ശരാശരിയും കേരളത്തിലെ ശരാശരിയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് കാരണം അതാണ്. പറയട്ടെ പരമ്പരാഗതമായി തന്നെ അത് അങ്ങനെയാണ്. ഞാൻ പറയട്ടെ 43 ആയിരുന്നു. അല്ല, പറയട്ടെ, പറഞ്ഞോളൂ. അതെ, 43 കേരളം 16 അതെ, പറഞ്ഞോളൂ. 43 താങ്കൾ വേണേ പരിശോധിച്ചോ. പിന്നെ അതുപോലെ തന്നെ ശിശുമരണ നിരക്ക് ഇപ്പോഴും ഇന്ത്യയിൽ 27 കുട്ടികൾ മരിക്കും. അത് 12 നിന്ന് 6 കേരളം ചുരുക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു വസ്തുതയാണ്. UDF കാലത്തു നിന്നും ഇപ്പോഴത്തെ കാലവും പരിശോധിച്ചറിയാം. അന്നത്തെ പരിശോധിച്ചോളൂ. കാലാകാലങ്ങളായി ഈ സംസ്ഥാനത്ത് തുടർന്നു വരുന്ന ആരോഗ്യ രംഗത്തുണ്ടായിട്ടുള്ള പുരോഗതിയുടെ ഭാഗമായി കാലാകാലങ്ങളായി LDF-ഉം UDF-ഉം മാറി മാറി ഭരിച്ചു വന്നപ്പോ ഈ സംസ്ഥാനത്തുണ്ടായിട്ടുള്ള പുരോഗതി അത് ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എന്താണ് വീണ ജോർജും പിണറായി വിജയനോട് ഈ സംസ്ഥാനത്ത് പിണറായി വിജയന്റെയും വീണ ജോർജിന്റെയും എനിക്ക് പറയണം. ഞാൻ പറയാൻ സമ്മതിച്ചില്ലല്ലോ. എനിക്ക് ഇനിയൊന്നും പറയാനില്ല. ഒരു ചെറിയ ഓഡിയോ ഞാൻ കഴിഞ്ഞ UDF കാലത്തെ കുറിച്ച് കേൾപ്പിക്കാം. അത് പുറത്ത് തുറന്നിട്ട ജനാലകളുള്ള ഭിത്തി, UDF കാലത്തെ കുറിച്ചാണ്. കഴുത്തൊപ്പം മാത്രം പൊക്കമുള്ള അടുത്ത ഭിത്തി. ഇതിനകത്താണ് കടുത്ത ഹൃദ്രോഗ ബാധയുള്ളവർക്കടക്കം തീവ്ര പരിചരണം നൽകുന്നത്. അണുബാധ ഏൽക്കാതിരിക്കാനും വായു സഞ്ചാരം സുഗമമാക്കാനും ICU-കൾ എയർ കണ്ടീഷൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ അത് ഇല്ല. ചെറിയൊരു അണുബാധ പോലും അപകടകരമാകുന്ന രോഗികൾക്കാണ് പുറമേ നിന്നുള്ള കാറ്റും വെളിച്ചവും ഏൽക്കുന്ന മുറിയിലെ തീവ്ര പരിചരണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും RCC-ലും ആധുനിക സംവിധാനങ്ങളുടെ ഇത് ഇപ്പോഴത്തെ മാറ്റം. UDF-ന്റെ കാലത്തെ ICU എങ്ങനെയായിരുന്നു എന്നും ഒക്കെ പഴയ വാർത്തകളുണ്ട്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇതായിരുന്നു UDF-ന്റെ കാലം. ഞാനതാ പറഞ്ഞത്, സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി 5 വർഷക്കാലം കൊണ്ട് 663 കോടി രൂപ മാത്രം ചെലവഴിച്ച നിങ്ങളും, ഒരു വർഷം ഞങ്ങൾ 1498 കോടി രൂപ ചെലവഴിക്കുന്ന ഞങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഞങ്ങൾ ഒരു വർഷം പോലും സജീഷ് പ്ലേ ചെയ്ത ഓഡിയോയിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണല്ലോ. ഏത് കാലത്തും LDF ഭരിച്ചാലും UDF ഭരിച്ചാലും മാധ്യമങ്ങൾ തിരുത്താനുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് പറയും. അതിപ്പോ നമ്മുടെ ആരോഗ്യ മേഖലയെയോ ആരോഗ്യ മന്ത്രിയെയോ സർക്കാരിനെയോ ഒന്നും സവിശേഷമായി ഇകഴ്ത്താനല്ല, അതാത് കാലങ്ങളിൽ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുക, ഇതാണ് കാര്യം എന്ന് വിശദീകരിക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ പണി. അതെന്തായാലും ഇപ്പോൾ സജീഷ് പ്ലേ ചെയ്ത ഓഡിയോയിൽ നിന്ന് വ്യക്തമാണല്ലോ. അതുകൊണ്ട് ഈ സർക്കാരിനെ എന്തോ താറടിക്കാനാണ് മാധ്യമങ്ങളോ അല്ലെങ്കിൽ ആ ഡോക്ടറോ ശ്രമിച്ചതെന്നൊന്നും ആരും കരുതേണ്ട. പ്രശ്നങ്ങളുണ്ട്, പരിഹരിച്ചു പോകണം. നമ്മുടെ പൊതുജന ആരോഗ്യ രംഗം കൂടുതൽ ശക്തിവത്താവണം, ശക്തിപ്പെടണം എന്നുള്ളത് തന്നെയാണ് അജണ്ട. ആ ഒരൊറ്റ അജണ്ടയുള്ളൂ. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രണ്ടോ അവസാനിച്ചു. നമസ്കാരം.